കുറേ സ്ക്രീൻ പ്ലേസ് ഒക്കെ ആയിട്ട് ഞാൻ പ്രൊഡക്ഷൻ ഹൗസുകളെ പിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഹൗസ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് മലയാളത്തിൽ സിനിമ ചെയ്യാൻ പറ്റില്ല. എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. സൂക്ഷ്മദർശിനി നല്ല ടൈറ്റിൽ എന്ന് വന്നു 2019 തന്നെ. ഞാൻ ഭയങ്കര ഹൈ ആയി. അതേ സമയത്ത് തന്നെ മെയിൻ ആക്ടറായിട്ടുള്ള മെയിൽ ആക്ടർ വിഡ്രോ ചെയ്തു പ്രോജക്റ്റ് ടീം. ഒരു ഹിച്ച്കോക്ക് മിസ്റ്ററി പറഞ്ഞുകൂടാ. വളരെ റിയലിസ്റ്റിക് ആയിട്ട് സിനിമകൾ ചെയ്യുന്ന ആളാണ് സത്യനന്ദിക്കാട് സിനിമകൾ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കമ്പൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു തോട്ടായിട്ട് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ അമ്മയോട് എനിക്ക് പെട്ടെന്ന് ഗൂസ് ബംസ് ആയി. ഞാൻ പെട്ടെന്ന് അമ്മയോട് വന്നിട്ട് ചോദിച്ചു, അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായെന്ന് വെച്ചു. മാനുവലിൻ്റെ സ്റ്റോറി അവിടെ ഫിനിഷ് ആയല്ലോ. പ്രിയദർശിനിയുടെ ക്യാരക്ടറിന് ഫിറ്റിന് പറ്റിയാൽ, ആ ഡ്രാമയിലേക്ക് ഫിറ്റിന് ആകാൻ പറ്റിയാൽ വേറൊരു സ്കോപ്പ് ഉണ്ട് ആക്ച്വലി. ഞാൻ സൂക്ഷ്മദർശിനി ചെയ്തത് കൊണ്ട് അടുത്ത സിനിമ നന്നാവണമെന്നില്ല. എൻ്റെ അടുത്ത സിനിമയിൽ ഞാൻ ഇതുപോലെ ട്രീറ്റ് ചെയ്താൽ മാത്രമേ ആ സിനിമ നന്നാവുള്ളൂ. ഒരു സത്യനന്ദിക്കാട് സെറ്റിങ്ങിൽ ഒരു ഹിച്ച്കോക്കിയൻ ത്രില്ലർ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതാണ് സൂക്ഷ്മദർശിനി എന്ന സിനിമ. സൂക്ഷ്മദർശിനി എന്ന സിനിമയുടെ വലിയ വിജയത്തിന് ശേഷം സിനിമയുടെ സംവിധായകൻ MC ജിതിനാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. സിനിമയ്ക്ക് വലിയ സ്വീകാര്യതയുണ്ട്. ആളുകൾ ഒരുപാട് സിനിമയെ പ്രശംസിച്ച് പറയുമ്പോൾ എടുത്തു പറയുന്ന ഒരു ഘടകം ക്ലീഷേ ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ്. സ്ഥിരമായി പോലീസ് ഇൻവെസ്റ്റിഗേഷനും മലയോര ചെരുവിലെ ദുരൂഹ മരണങ്ങൾ ചുരുളഴിക്കാൻ വരുന്ന ത്രില്ലറുകൾ കണ്ടിട്ട് കുറച്ചുകൂടി പ്ലസൻ്റായ ഒരു സാഹചര്യത്തിൽ വരുന്നൊരു ത്രില്ലർ, അതും ഒരു ഫീമെയിൽ ഇൻവെസ്റ്റിഗേറ്റർ, അതൊക്കെയാണ് ആളുകൾ എടുത്തു പറയുന്ന പുതുമകൾ. ഈ പുതുമകൾ വേണം സ്ക്രിപ്റ്റിൽ എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. ഫീമെയിൽ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള വരുന്നതും അതുപോലെ തന്നെ ഈ സെറ്റിങ് വരുന്നതും എൻ്റെ ആദ്യത്തെ സിനിമയിലെ ഇത് കാരണമാണ്. നോൺസെൻസ് കാരണമാണ് ആക്ച്വലി. നോൺസെൻസിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്താണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്നത്. അതീ പറഞ്ഞ പോലെ 50 ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പം ഒരു റോഡ് മൂവി ആണ് ബേസിക്കലി. ഒരുപാട് ലൊക്കേഷൻ ഷിഫ്റ്റുകളും ഒക്കെ ആയിട്ട് ചെറിയ ബഡ്ജറ്റിൽ ചെയ്യുന്ന സിനിമ. അപ്പം ഞാൻ അന്ന് മുതലേ പ്രോജക്റ്റ് ഡിസൈനിങ്ങിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, പ്രാക്ടിക്കൽ ആവാൻ വേണ്ടി. അതൊരു ദിവസത്തെ കഥയാണ്. നൈറ്റ് സീൻസ് ഭയങ്കര കുറവാണ്. അപ്പം ഡെയിലി പറഞ്ഞ പോലെ 4 മണി 5 മണിയാകുമ്പോഴത്തേക്കും പാക്കപ്പ് ചെയ്യേണ്ട അവസ്ഥ. അപ്പം അത് ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് ഒട്ടും വയബിൾ അല്ലായിരുന്നു ആക്ച്വലി, അത്രയും മണിക്കൂർ നഷ്ടപ്പെടുന്നത്. അപ്പോൾ അന്നുപോലെ ഞാൻ ചിന്തിക്കുന്നുണ്ട്, ആക്ച്വലി നൈറ്റ് സീൻസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറേ കൂടി നേരത്തെ ഷൂട്ട് തീർക്കാമായിരുന്നു എന്നുള്ളൊരു സംഭവം. അങ്ങനെ വന്നപ്പോൾ എനിക്കൊരു പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ആ സമയം തന്നെ ആക്ച്വലി എനിക്കറിയായിരുന്നു നോൺസെൻസിന് എന്ത് സംഭവിക്കും, ഏകദേശം സിനിമ എവിടം വരെ എത്തും, ഏകദേശം ധാരണയുണ്ട്. അപ്പോൾ ഞാൻ അടുത്തൊരു സിനിമ കൺസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അത് പ്രൊഡക്ഷൻ ഹൗസുകൾക്ക് പിക്ക് ചെയ്യാൻ തോന്നണം. എന്നെപ്പോലൊരു ഡയറക്ടർ, നോൺസെൻസ് കഴിഞ്ഞിരിക്കുന്നൊരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ പിക്ക് ചെയ്യാൻ പറ്റണം. ആക്ച്വലി പ്രോജക്റ്റ് വൈസ് അത് വയബിൾ ആണെന്നുള്ളൊരു തോന്നൽ അവർക്കും ഉണ്ടാവണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ചിന്തിച്ചത് ആക്ച്വലി ഒരു കൂടുതൽ ഇൻറ്റീരിയേഴ്സൊക്കെ ഉള്ള ഒരു സിനിമയായിരിക്കണം അത്. ആദ്യത്തെ തോട്ടുകൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എനിക്ക് നൈറ്റും പകലും രാത്രിയും ഷൂട്ട് ചെയ്യാം, അറ്റ്ലീസ്റ്റ് 9 o'clock വരെ ഷൂട്ട് ചെയ്യാം എന്നുള്ള സംഭവങ്ങൾ. അപ്പം ആ ചിന്ത പോകുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് സത്യനന്ദിക്കാട് സിനിമകളാണ്. വെച്ചാൽ ആ ഒരു ക്ലാസ്സാണ്, എക്കണോമി വൈസ് മിഡിൽ ക്ലാസിൻ്റെ ഒരു സംഭവം. അപ്പം അതും എൻ്റെ മനസ്സിൽ വന്നത് ഒരു മിഡിൽ ക്ലാസ് സെറ്റപ്പിൽ ഒരു സിനിമ പറയാം. കാരണം അത് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമാണ് കാണാൻ. എക്കണോമി ഇഷ്ടമാണ് ആക്ച്വലി. അതാണ് കൂടുതൽ മലയാളികൾ ഇഷ്ടപ്പെടുന്നതും നമ്മൾ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് അതാണ്. അപ്പോൾ ഞാൻ അങ്ങനൊരു സെറ്റിങ്ങിൽ ഞാൻ ഏറ്റവും റിപ്പീറ്റ് വാച്ച് കണ്ടിട്ടുള്ള സത്യനന്ദിക്കാട് സിനിമകൾ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റും തലയണമന്ത്രമൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ കഥാപാത്രങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര ഹൈലി റിലേറ്റബിളായിട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ വൈ നോട്ട് സത്യനന്ദിക്കാട് അത്തരത്തിലുള്ളൊരു തലയണമന്ത്രം സെറ്റിങ്ങിൽ ഒരു ഹിച്ച്കോക്ക് മിസ്റ്ററി പറഞ്ഞുകൂടാ എന്നുള്ള തോട്ട് അങ്ങനെയാണ് വരുന്നത്. കാരണം അപ്പോൾ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും അതിന്. അത് നമ്മളധികം കണ്ടിട്ടില്ല, കൂടുതൽ കാണാനും ഇഷ്ടമായിരിക്കും. ഇത് രണ്ടും തമ്മിലുള്ള സിമിലാരിറ്റീസ് ഉണ്ട് ആക്ച്വലി. ഞാൻ ഹിച്ച്കോക്കിൻ്റെ ഒരു വലിയ അർഡൻ ഫാനാണ്. അപ്പം ഹിച്ച്കോക്കും ഒരു റിയലിസ്റ്റിക് മീറ്ററിൽ മിസ്റ്ററിയും പറയുന്ന ഒരാളാണ്. അപ്പം എന്നാൽ വളരെ റിയലിസ്റ്റിക് ആയിട്ട് സിനിമകൾ ചെയ്യുന്ന ആളാണ് സത്യനന്ദിക്കാട് സിനിമകൾ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കമ്പൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പൊതുധാരണയുണ്ട് എനിക്ക്. അപ്പോൾ ഇതൊരു തോട്ടായിട്ട് അവിടെ കിടപ്പുണ്ട്, ഒരു പ്രോജക്റ്റ് ഡിസൈൻ തോട്ട് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് കൂടാതെ വേറൊരു സിനിമകളുടെ ഐഡിയ ആയിരുന്നു എനിക്കൊരു ഫീമെയിൽ ഡിറ്റക്റ്റീവിനെ വെച്ചൊരു സിനിമ ചെയ്യണമെന്നുള്ളത്. അപ്പം അത് പ്രാക്ടിക്കലല്ല, കാരണം ഫീമെയിൽ ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ പ്രോജക്റ്റ് വൈസ് അത്ര എളുപ്പമല്ല, ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമ എന്നുള്ളത്. അതെ. അപ്പോൾ ഫീമെയിൽ ഡിറ്റക്റ്റീവിനെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ കുറേ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ഞാൻ ആലോചിച്ചു ആക്ച്വലി. ഇത് പ്രൊഫഷൻ വൈസാണ് ഫസ്റ്റ് തോട്ട് വരുന്നത്. ഡിറ്റക്റ്റീവ് എന്ന് വരുമ്പോൾ പോലീസ് ആക്കണോ, CBI ആക്കണോ, CID ആക്കണോ, ഇനി അതല്ല ഒരു ഡോക്ടറാണോ, ഒരു ഡയഗ്നോസിങ് ആണോ, എല്ലാം വളരെ അതിനുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രൊഡക്ഷൻ ഹൗസുകളെടുത്ത് കഥ പറയാൻ പോകുമ്പോൾ
അവർ തിരിച്ചു ചോദിക്കാൻ പോകുന്നത് മെയിലിനെ വെച്ചുകൂടെ എന്നായിരിക്കും, പ്രൊഫഷൻ ആയതുകൊണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫീമെയിലിന് ഫിറ്റിങ് ചെയ്യുന്നൊരു സംഭവം കിട്ടണമായിരുന്നു. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു ആക്ച്വലി. അല്ലാതെ ഈ സെറ്റിങ്ങിൽ എന്ത് പറയാൻ പറ്റുമെന്ന് ഞാൻ മിസ്റ്റർ ഇങ്ങനെ വീണ്ടും ഹിച്ച്കോക്ക് സിനിമകൾ റീവിസിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പുള്ളിയുടെ ഏതൊക്കെ സിനിമകളാണ് കണ്ടത്? റിയർ വിൻഡോ? അല്ല, ഞാൻ ഓൾറെഡി പുള്ളിയുടെ എല്ലാം പുള്ളിയുടെ മുതലേ വാച്ച് ചെയ്യുന്ന ആളാണ്. അപ്പോൾ റീവാച്ച് ആണ് അല്ല. പിന്നെ പുള്ളിയുടെ കുറേ ടെലിഫിലിംസ് ഉണ്ട് ആക്ച്വലി, ആൽഫ്രഡ് ഹിച്ച്കോക്ക് പ്രസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒത്തിരി ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് കാണാം, എന്തെങ്കിലും എനിക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് കിട്ടുമോ എന്നുള്ളത് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് എൻ്റെ വീട്ടിൽ ഞാനിങ്ങനെ സോഫയിൽ കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ കർട്ടൻ ഇങ്ങനെ മാറ്റിയിട്ട് കുറേ നേരമായിട്ട് അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുക അപ്പുറത്തെ വീട്ടിലേക്ക്. അപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചു, എന്താ അമ്മ ഇങ്ങനെ നോക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അവിടെ ഒരു ചുമന്ന വണ്ടി കുറേ നേരമായിട്ട് അവിടെ നിന്ന് ഒന്ന് അങ്ങോട്ട് പോകുന്നു, അവർ തിരിച്ചു വരുന്നു. പിന്നെ അതിങ്ങനെ വട്ടം കറങ്ങി കളിപ്പുണ്ട്, അല്ലെങ്കിൽ അത് പുള്ളിക്കാർക്ക് അതിലെന്തോ ക്യൂരിയോസിറ്റി കിട്ടി. അപ്പോൾ ഞാൻ അത് പോട്ടെ, അതായത് ഇപ്പം അമ്മയ്ക്ക് എന്ത് വിഷയം എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്കാർക്ക് അത് എന്താണെന്ന് അറിയാതെ ത്വര ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇനി എൻ്റെ അമ്മേനെ അവിടെ ഫിറ്റ് ചെയ്താൽ അതിലൊരു റിയർ വിൻഡോ ഉണ്ടല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഹിച്ച്കോക്ക് ഉണ്ടല്ലോ എന്ന് തോന്നുന്നു. അപ്പോൾ അതവിടെ വെച്ചു. പക്ഷേ എനിക്കത് ഭയങ്കര അപ്പൊളിറ്റിക്കലായിട്ടും ഫീൽ ചെയ്തു. അത് സിനിമ വോയറിസമാണ് മുന്നോട്ട് വെക്കാൻ പോകുന്നത്. അപ്പം അത് വേണ്ടായിരിക്കും. അതൊരു ഭയങ്കര ഒരു CCTV എന്നുള്ളൊരു പീപ്പിംഗ് എന്നുള്ളൊരു പരിപാടി മാത്രമായി പോകും. ഞാനപ്പോൾ അത് ശരിയാവായിരിക്കില്ല സിനിമയിൽ, അത് എനിക്ക് തന്നെ നെഗായിട്ട് വരും എന്നുള്ള രീതിയിൽ ഞാൻ മാറ്റി വേറെ എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു മാനറിസം മാത്രം പോകും, അത് വർക്കല്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഇട്ട് കളഞ്ഞ് നിൽക്കുമ്പോഴാണ്, ഇതൊരു 2018 ഒക്ടോബറിലാണ് കേട്ടോ, എൻ്റെ സിനിമ റിലീസ് കഴിഞ്ഞു അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും ഒരു മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടിയിട്ട്, ഞാൻ ഇരിട്ടിയാണ് വീട്, അപ്പോൾ കണ്ണൂരേക്ക് പോകണം അവർ. അപ്പോൾ അവർ രാവിലെ പോകും. അപ്പോൾ എൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഒരു പാല് കൊണ്ടുത്തരും. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ വൈകുന്നേരം 4 മണിക്ക് പാല് വരും, നീ തിളപ്പിച്ച് വെച്ചേക്കണം എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം ഞാനിങ്ങനെ ഇതിൻ്റെ റിസർച്ചിലും പരിപാടിയിലൊക്കെ. അപ്പോൾ ചേച്ചി അപ്പുറത്തെ വീട്ടിൽ നിന്ന് പാല് കൊണ്ടുവന്നു. ഞാനിത് അങ്ങനെ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ പരിപാടികളുടെ പുറകെ പോയി. അത് ഓവർഫ്ലോ ചെയ്ത് പോയിട്ട് ഞാനത് മൊത്തം ക്ലീൻ ചെയ്യണം. ഞാനൊരു ക്രൈം ചെയ്യുന്ന പോലെയാണ് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അത് മൊത്തം ക്ലീൻ ചെയ്യുന്നു. സ്മെല്ലിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കി. ഞാൻ അവിടെയുള്ള തുണിയൊക്കെ കഴുകി ഷാമ്പൂവിൽ കഴുകി വെച്ചു. എല്ലാം വളരെ പെർഫെക്റ്റായിട്ട് ചെയ്തു എന്ന് ഞാൻ തന്നെ വരുത്തി. അങ്ങനെ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ അങ്ങനെ പോയി. അമ്മ വന്നു അമ്മയ്ക്ക് മനസ്സിലായില്ല. അടുത്ത ദിവസം വൈകുന്നേരം 4 മണിക്ക് ഇതേ ചേച്ചി പാലുമായിട്ട് വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അമ്മ പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് അമ്മ അവിടെ നിന്ന് അടുക്കളയിൽ നിന്ന് വിളിച്ച് ചോദിക്കുകയാണ്, എടാ ഇന്നലെ പാല് മറിഞ്ഞായിരുന്നല്ലേ, നീ ഇൻഡക്ഷൻ കുക്കറിലല്ലേ ചൂടാക്കിയെന്ന് ചോദിച്ചു. പാല് മറിഞ്ഞായിരുന്നത് അമ്മയ്ക്ക് എങ്ങനെയോ മനസ്സിലായെന്ന് വിചാരിക്കാം. പക്ഷേ ഇൻഡക്ഷൻ കുക്കറാണെന്ന് എങ്ങനെ മനസ്സിലായി ഞാൻ ചൂടാക്കിയത്? അപ്പോൾ ഞാൻ അമ്മയോട് എനിക്ക് പെട്ടെന്ന് ഗൂസ് ബംസായി. ഞാൻ പെട്ടെന്ന് അമ്മയോട് വന്നിട്ട് ചോദിച്ചു, അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായെന്ന് വെച്ചു. അത്രയും പെർഫെക്റ്റ് ആയിട്ടൊരു ക്രൈം ചെയ്തിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അമ്മ ഉടനെ എനിക്ക് പാത്രം എടുത്ത് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, നീ എല്ലാം ക്ലീൻ ചെയ്തു, പക്ഷെ ഇതിൻ്റെ അടി ക്ലീൻ ചെയ്തില്ല. അപ്പോൾ ഇതിൻ്റെ അടിയിൽ സെൻറ്റർ പോയിന്റിലാണ് പാട പിടിച്ചിരിക്കുന്നത്. ഈ സെൻറ്റർ പോയിന്റിൽ പാട പിടിക്കണമെങ്കിൽ അത് ഇൻഡക്ഷൻ കുക്കറെ വെക്കണം. അപ്പോൾ സ്റ്റൗവിൽ വെക്കുവാണെങ്കിൽ അത് സൈഡിലൂടെ പോകും. അപ്പോൾ ഈ ഒരു പാത്രത്തിലെ പാട കൊണ്ട് പുള്ളിക്കാരിക്ക് മനസ്സിലായത് ഇൻഡക്ഷൻ കുക്കറാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് വർക്കായി, ഇത് വോയറിസം അല്ല, ഇത് ഒബ്സർവേഷനാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ക്യാരക്ടറിന് വോയറിസം പ്ലസ് ഒബ്സർവേഷൻ പ്ലസ് അമ്മയുടെ മെമ്മറി ഭയങ്കര കൂടുതലായിരുന്നു നമുക്ക് പല കാര്യങ്ങളും. ഇപ്പോൾ എനിക്ക് ഒരു വീട്ടിലെ ഒരു ജോഡി പില്ലോ കവർ, അതിൽ ഒരേ കളറുള്ള പില്ലോ കവർ ആയിരിക്കാം, അതിൽ ഒരെണ്ണം കാണുന്നില്ല എന്ന് എനിക്ക് പുള്ളിക്കാരി കറക്റ്റ് അറിയാൻ പറ്റും അത് എവിടെയുള്ളത്. മനസ്സിലായി, അത് വേറൊരു തരം മെമ്മറിയാണ് ആക്ച്വലി. അപ്പം ഈ 3 കാര്യങ്ങളെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഡിറ്റക്റ്റീവിന് വേണ്ട എല്ലാ പെർസ്പെക്റ്റീവ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഇതാണ് ക്യാരക്ടർ. ഇതിന് എനിക്ക് ഈസിയായിട്ട് ഈ സെറ്റിങ്ങിലോട്ട് പ്ലേസ് ചെയ്യാം. ഈ വോർസും കൂടി ഉണ്ടെങ്കിൽ റിയർ വിൻഡോ ഉണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. അപ്പം എൻ്റെ ഡ്രാമ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം എന്നുള്ള ഒരു പരിപാടിയിലാണ് പിന്നെ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ ആക്ച്വലി ഒരു ബേസിക് ഡ്രാമ ഉണ്ടാക്കി. അങ്ങനെ എനിക്ക് ഡ്രാമയിൽ ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് അല്ലായിരുന്നു. ഇതിൽ ഉള്ള പരിപാടിയൊക്കെ ഒരു പുതിയ ഫാമിലി അപ്പുറത്ത് വരുന്നു എന്ന് തന്നെയാണ് ഞാൻ അപ്പോഴും വർക്ക് ചെയ്തിരിക്കുന്നത്. കാരണം എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് ആൾതാമസം ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും ആ വീടായിട്ട് കാണുന്നത് ജോഗ്രഫി വൈസ്. അപ്പോൾ ആ വീട്ടിലൊരു പുതിയ താമസക്കാർ വരുന്നു. അപ്പോൾ എൻ്റെ വീട് വെച്ചിട്ടാണ് ഞാനെല്ലാം ഇത് ചെയ്യുന്നത്. അങ്ങനെ എന്നിട്ട് ഞാൻ അതുൽ, ഇതിൻ്റെ റൈറ്ററായിട്ടുള്ള അതുൽ, എൻ്റെ കൂടെ 6ാം ക്ലാസ് മുതൽ ഒരുമിച്ച് ഞങ്ങളൊരു സ്കൂളിൽ പഠിച്ച. അപ്പോൾ അതുലിൻ്റെ ഡ്രാമ സെൻസിബിലിറ്റിയെക്കുറിച്ച് എനിക്ക് ഭയങ്കര ധാരണ ഇതുള്ള ആളാണ്. അതിൽ ഞാൻ മുമ്പും കുറേ കഥകളൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള. അപ്പോൾ അതുലിനോട് ഞാൻ എനിക്കൊന്ന് കാണണം,
ഒരു സാധനം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അതുലിനെ കണ്ടു. അതുലിനോട് പറഞ്ഞു, അതുലിൻ്റെ അടുത്ത് ഞാൻ ഈ പാലാണ് പുള്ളി കൊടുക്കുന്ന ഫീഡ്. പിന്നെ റിയർ വിൻഡോ. എനിക്കൊരു ഹിച്ച്കോക്കിയൻ ഡ്രാമ വേണം ഈ സെറ്റിങ്ങിലോട്ട്. ഒരു ഡിക്റ്റേറ്റീവ് മോഡിൽ വളരെ ഗ്രൗണ്ടഡ് ആയിരിക്കണം. ലൈക്ക് ഈ പാൽ സീൻ പോലെ ഉള്ള സാധനങ്ങളെ വരാൻ പാടുള്ളൂ ഇതിൽ. അല്ലാതെ നമുക്കൊരു പോലീസല്ല, CID അല്ല. അപ്പോൾ വീട്ടിൽ തന്നെ നിൽക്കുന്ന നമുക്ക് പുള്ളിക്കാരെ ഗാർഡനിങ്ങിലൊക്കെ വളരെ ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു ഫീഡാണ് ഞാൻ പുള്ളിക്ക് കൊടുക്കുന്നത്. അപ്പോൾ പുള്ളി ഞാനും ഇവിടെ എറണാകുളത്ത് ഞങ്ങൾ ഹോട്ടലൊക്കെ എടുത്ത് ഞാനും അവനൊരു 12 ദിവസം കൊണ്ട് അതിലൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തു. അത് ഡ്രാമ ക്രിയേറ്റ് ചെയ്തു. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. സൂക്ഷ്മദർശി നല്ല ടൈറ്റിൽ എന്ന് വന്നു 2019 തന്നെ. സൂക്ഷ്മദർശി നല്ല ടൈറ്റിൽ വന്നു. ഞാൻ ഭയങ്കര ഹൈ ആയി. എനിക്ക് വേണ്ട ഒബ്സർവേഷൻ ഈ സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ കൂടെ തന്നെ ഞാൻ സൈക്കോളജിയിൽ റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സൈക്കോളജിയിൽ റിസർച്ച് ചെയ്യുമ്പോഴും ഞാൻ മനസ്സിലാക്കിയൊരു പോയിന്റ്, എൻ്റെ അടുത്ത് ഒരുപാട് സൈക്കോളജിസ്റ്റുകളൊക്കെ പറഞ്ഞത് ഫീമെയിൽ മൈൻഡിന് മെയിലിനെക്കാട്ടിലും ഒബ്സർവേഷൻ പവർ കൂടുതലാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് യവനിക ഞാൻ കാണുന്നുണ്ട്, റീവാച്ചിൽ യവനിക കാണുന്നുണ്ട്. അപ്പം യവനികയിൽ ഇത് ജോർജ് സാർ പറഞ്ഞിട്ടുണ്ട്. ഇവൻ നമുക്ക് ഡിക്റ്റേറ്റീവ് ആണെങ്കിലും നമുക്കൊക്കെ ഒരു ഇത് കൊടുക്കുന്നത് വൈഫാണ്. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഒരു ഉടനീള സിനിമ എന്ന് വേണമെങ്കിൽ ഇതിനെ പെർസ്പെക്റ്റീവ് കാണാം. അപ്പോൾ ഞാനങ്ങനെ അതിനും ഒരു സംഭവമുണ്ട് എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഡ്രാമ ഫിക്സ് ചെയ്തു. ഡ്രാമ ഫിക്സ് ചെയ്ത് നിൽക്കുമ്പോൾ എൻ്റെ നോൺസെൻസ് ഇറങ്ങി എനിക്ക് ഭയങ്കര ഡിസാസ്റ്റർ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുന്നു. പ്രൊഡ്യൂസറും ഇൻവെസ്റ്ററും തമ്മിൽ പല പ്രശ്നങ്ങൾ, അങ്ങനെ പല കോംപ്ലിക്കേഷൻസ് വരുന്നു. ഞാൻ കംപ്ലീറ്റഡ് ആയിട്ട് നിർത്തിയ കുറേ സ്ക്രീൻ പ്ലേസ് ഒക്കെ ആയിട്ട് ഞാൻ പ്രൊഡക്ഷൻ ഹൗസുകളെ പിച്ച് ചെയ്യുന്നുണ്ട്. ബൗണ്ടർ സ്ക്രിപ്റ്റായിട്ട്. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഹൗസ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് മലയാളത്തെ സിനിമ ചെയ്യാൻ പറ്റില്ല എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പോൾ ഞാൻ ഇല്ല, എൻ്റെ ഫെയിലിയർ കൊണ്ടാണ്. അങ്ങനെ ഒരാൾ കേട്ടോ, എല്ലാവരുടെയും പെർസ്പെക്റ്റീവ് അങ്ങനെയാണെന്നല്ല. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് നിരാശപ്പെട്ടു. ആക്ച്വലി ഇത് ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് കാര്യമില്ലേ എന്ന് തോന്നുന്നു. അപ്പോഴാണ് എനിക്ക് എൻ്റെ നോൺസെൻസ് ഹിന്ദി പ്രൊഡക്ഷൻ ഹൗസിൽ വർക്ക് ചെയ്യുന്നൊരു മലയാളി പുള്ളി ഇത് കണ്ടിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇത് നമുക്ക് റീമേക്ക് ചെയ്യാൻ പറ്റുമോ? കാരണം ഇതിന് ഹിന്ദിയിലൊരു പൊട്ടൻഷ്യൽ ഉണ്ട് നോൺസെൻസിന്. ഞാനൊരു ബൈസിക്കിൾ പരിപാടി സ്റ്റാൻഡ് വെച്ചിട്ട്, കാരണം നോർത്തിലാണ് കൂടുതൽ ബയോമെക്സും ഒക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്താലോ, കഥയൊന്ന് മാറ്റി പിടിച്ചാലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. എന്നെ ആദ്യമായിട്ടൊരു പ്രൊഡക്ഷൻ ഹൗസ് ഇങ്ങോട്ട് വിളിക്കാനല്ലോ. എനിക്ക് വേറൊരു ടേണിംഗ് പോയിന്റ്സ് എവിടെ ഇല്ല, വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഞാൻ മുംബൈക്ക് പോയി. ഞാൻ പറഞ്ഞു നോൺസെൻസ് റീമേക്കിൽ നടക്കില്ല, ഇച്ചിരി പ്രോബ്ലത്തിലാണ് അപ്പോൾ ഫിലിം അതിൻ്റെ മൊത്തം പരിപാടികൾ. അപ്പോൾ പിന്നെ നിങ്ങളെന്തിനാ വന്നതെന്ന് ചോദിച്ചു. പിന്നെ അത് നടക്കില്ല, പിന്നെ എന്തിനാ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വേറെ വഴിയില്ല. അത് പറഞ്ഞപ്പോഴത്തേക്കും വേറെ എന്താ സബ്ജക്റ്റുള്ളതെന്നൊക്കെ ചോദിച്ചു. ഞാൻ കുറേ എൻ്റെ കയ്യിലുള്ള ബൗണ്ടഡ് സ്ക്രിപ്റ്റ് കഥകളൊക്കെ പറഞ്ഞു. അവർക്കൊന്നും വർക്കായില്ല. അപ്പോൾ ഞാൻ കഥ പറഞ്ഞു, ഒരു 2-3 കഥകളൊക്കെ പറഞ്ഞു. അവരുടെ ചിലവിലാണ് ഞാൻ പോകുന്നത് ആക്ച്വലി. അപ്പോൾ അങ്ങനെ വന്നിട്ട് ആക്ച്വലി പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞു ഈ ഐഡിയ, സൂക്ഷ്മദർശിനി ഐഡിയ പറയുന്നു. അവർക്ക് ഭയങ്കര വർക്കായി. ആക്ച്വലി അവരെന്നോട് പറഞ്ഞു, ഇവിടെ നമുക്കൊരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഉണ്ട്, ഒരു ഫീമെയിൽ സ്റ്റാറിൻ്റെ ഡേറ്റ് ഉണ്ട്, അത് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു കാര്യം ചെയ്യും, ട്രീറ്റ്മെൻറ്റ് സെറ്റ് ചെയ്യും. ട്രീറ്റ്മെൻറ്റ് സെറ്റ് ചെയ്തിട്ട് അവരുടെ ഘട്ടങ്ങളായിട്ടാണ് അവരുടെ പരിപാടികൾ. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് സെറ്റ് ചെയ്തോ നമുക്ക് പിടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2019 അങ്ങനെയാണ് ഞാനും അതിലും വർക്ക് ചെയ്യുന്നത് 12 ദിവസം. അങ്ങനെ ഞാൻ കൊടുത്തു. അവർക്ക് നല്ല വർക്കായി, നമുക്ക് പിടിക്കാമെന്ന് അങ്ങനെ പറഞ്ഞു. ആർട്ടിസ്റ്റിനും വർക്കായി. അങ്ങനെ വന്ന് മഹാരാഷ്ട്ര ഇലക്ഷൻ ഒക്കെ വന്നിട്ട് അവരുടെ ഇൻവെസ്റ്ററൊക്കെ മാറി. അപ്പോൾ അത് ഡ്രോപ്പായി ഹിന്ദിയിൽ. എന്നോട് പറഞ്ഞു, നിങ്ങൾ മലയാളത്തിൽ ചെയ്തിട്ട് വാ, നിങ്ങൾ ചെയ്തോ, നമ്മൾ മുടക്കിയ പൈസ അതൊക്കെ വിട്ടേക്ക്, ഞങ്ങൾ ബാക്ക് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആക്ച്വലി മലയാളത്തിൽ വന്നു. അതിന് ഞാൻ അങ്ങനെ എനിക്കതിൽ പക്ഷേ ഭയങ്കര കോൺഫിഡൻറ്റ് വന്നപ്പോഴത്തേക്ക് സബ്ജക്റ്റിൽ ഭയങ്കര ഹൈ കിട്ടി എനിക്ക്. ഈ സൂക്ഷ്മദർശിനിയിൽ ഞാൻ പിന്നെ ഫുൾ ഫ്ലഡ്ജിൽ അതിൽ തന്നെയാണ് എൻ്റെ ഇന്നെന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് അതുൽ ബിസിയായി ആക്ച്വലി. അതുലിൻ്റെ ഫിലിം ഓണായൊരു സമയം. അതിൽ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനും ഒരു സ്ക്രിപ്റ്റിൽ കുറേ നാളായിട്ട് വർക്ക് ചെയ്യണ്ടല്ലോ. മലയാളത്തിൽ വന്നിട്ട് 1-2 ആക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ, ഫീമെയിൽ ആക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ കഥ പറയുന്നുണ്ടായിരുന്നു. ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവർക്കും. ഈ പറഞ്ഞ പോലെ ഈ ഫീമെയിൽ ഓറിയന്റഡ് സിനിമകൾ പ്രധാനമായി ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുടെ അടുത്ത് അതെ അല്ല ഐ മീൻ അങ്ങനെ പറയുന്നുണ്ട്. അപ്പം മെയിൽ ആക്ടർ, ഇതിനകത്തൊരു മെയിൽ ആക്ടറും വേണം. അത് ആര് ചെയ്യുന്നുള്ളത് അപ്പോഴൊരു വിഷയമായിരുന്നു ആക്ച്വലി. അപ്പോൾ പ്രൊഡക്ഷൻ ഹൗസുകളുടെ അടുത്തും ഞാൻ പറഞ്ഞു 1-2 അവർക്കെല്ലാം കഥാപരമായിട്ട് അത് വർക്കാണ്. പക്ഷേ അതെങ്ങനെ പ്രോജക്റ്റ് വൈബിലിറ്റി, ഈ ഫീമെയിൽ ഡിറ്റക്റ്റീവിനെ ആരെ കൊണ്ട് ചെയ്യിപ്പിക്കും, അതാര് ഇപ്പുറത്തെ ഒരാൾ നല്ല ആൾ വന്നാലേ അത് നടക്കുള്ളൂ എന്നുള്ളൊരു ഒരു പ്രശ്നം വന്നപ്പോൾ കോവിഡായി. അപ്പോൾ കോവിഡിൻ്റെ ഒരു തുടക്കകാലത്താണ് ഞാൻ കണ്ണൂരിൽ നിന്ന് ഞാൻ ഒരൊറ്റ യാത്രയ്ക്ക് 2 പ്രൊഡക്ഷൻ ഹൗസിനെ കാണാമെന്നുള്ള ആംഗിളിൽ ഞാൻ പോരുവാണ്. ആദ്യം പോകുന്നത്
ട്രിവാൻഡ്രത്തൊരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ അടുത്ത് പോയി കഥ പറഞ്ഞു. പുള്ളിക്കും കഥ ഇഷ്ടപ്പെട്ടു. തിരിച്ച് പക്ഷെ പുള്ളിക്ക് അത് പിടിക്കാനുള്ള കോൺഫിഡൻസ് കുഴപ്പമുണ്ട്, ഈ പറഞ്ഞ സ്ത്രീ ആയതുകൊണ്ട്. അതിനാണ് ഞാൻ കൊച്ചിയിൽ താമസിച്ചു. അടുത്ത ദിവസം രാവിലെ ഞാൻ സമീർക്കയുടെ അടുത്ത് കഥ പറയുന്നു ഹാപ്പി ഓഫീസിൽ. സമീർക്കയുടെ റിയാക്ഷനിൽ തന്നെ എനിക്കൊരു പോസിറ്റീവ് ഫീലാണ് കിട്ടിയത്. ആക്ച്വലി ഒന്നും പറഞ്ഞില്ല പുള്ളി. ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. ഒരു 1 വീക്ക് ലേറ്റർ ആക്ച്വലി അപ്പം ഞാൻ ആക്ച്വലി ഇതിൽ വീണ്ടും എനിക്ക് വർക്ക് ചെയ്യണമെന്നുണ്ട്. ആക്ച്വലി ഇത് ഒരു 300 പേജസ് സ്ക്രീൻ പ്ലേ ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ഒരുപാട് ക്യാരക്ടറൈസേഷനും കാര്യങ്ങളാണ് എഴുതി വെച്ചിട്ടത്. അപ്പോൾ ഇതൊന്ന് എഡിറ്റ് ചെയ്ത് ഒന്നുകൂടി ഞാനൊന്ന് ഷേപ്പ് ചെയ്യണം. അപ്പം അതിൽ ഫ്രീ അല്ല. അപ്പോൾ എനിക്ക് ഒരാളും കൂടി വേണമായിരുന്നു. അപ്പം നോൺസെൻസിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല, എൻ്റെ കോളേജ് മേറ്റും കൂടിയാണ്, ലിബിനെ ഞാൻ വിളിക്കുന്നത്. അപ്പം ഞാനും ലിബിനും കൂടി അപ്പോൾ സമീർക്ക് ഒന്നും പറഞ്ഞിട്ടില്ല ആ സമയത്തൊന്നും. അപ്പം ഞാൻ ലിബിനും കൂടി ഞാനിവിടെ ഒരു കോവിഡ് കാലമാണ് ആക്ച്വലി, എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാലം. അപ്പം ഞാനിവിടെ ഒരു ഫ്ലാറ്റ് എടുക്കുകയും ഞാൻ ലിബിന് ഇവിടെ ഇരുന്നു. ഞങ്ങളൊരു 1 മന്ത് കൊണ്ട് ഒന്നുകൂടി അതിനെ ഷേപ്പ് ചെയ്തു. ആക്ച്വലി ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ചെയ്തു. ഫസ്റ്റ് സീൻ മുതൽ ലാസ്റ്റ് സീൻ വരെ ഒന്നുകൂടി ഷേപ്പ് ചെയ്തിട്ട് സമീർക്ക് എന്നോട് സ്ക്രിപ്റ്റ് വേണമെന്ന് പറഞ്ഞു, സ്ക്രീൻ പ്ലേ ആയിട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് ഒന്നുകൂടി എഡിറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം ഈ 300 പേജ് കൊടുക്കുന്ന ഒട്ടും പ്രൊഫഷണൽ അല്ല. അപ്പം ഒരു 130-140 പേജിലേക്ക് അതിനെ കൺക്ലൂഡ് ചെയ്ത് ഞാൻ സമീർക്ക് കൊടുത്തു. ഒരു 1 വീക്കും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും സമീർക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി നീ ആരുടെ ഈ കഥ പറയണ്ട, നമ്മൾ പിടിക്കുകയാണെന്ന് പറഞ്ഞു, നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞാൻ മറൈൻ ഡ്രൈവിലേക്ക് ഹാപ്പി ഓഫീസിൻ്റെ അടുത്തേക്ക് വന്നതാണ്. അപ്പോൾ അന്നേരം ഞാൻ വേറെ 1-2 ആർട്ടിസ്റ്റുകൾ ഈ പടത്തിൽ ഇന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഫീമെയിൽ ആർട്ടിസ്റ്റ് എല്ലാം അവർക്ക് ഓക്കെ ആയിരുന്നു. ഞാൻ പിക്ക് ചെയ്ത ആളൊക്കെ ഓക്കെ ആയിരുന്നു. മെയിൽ ആക്ടർ അത് പോരാ നമുക്ക് ബിസിനസ് വൈസ്, അവർ വേറൊരാളെ കാസ്റ്റ് ചെയ്തു. അങ്ങനെ 21 നമുക്ക് ഈ സിനിമ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തു, ഡേറ്റ് ചെയ്യാം. പക്ഷേ ഞങ്ങൾ അന്നും അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം ഇങ്ങനൊരു ലൊക്കേഷൻ കിട്ടുക എന്നുള്ള. കാരണം ഈ 6 വീടുകൾ അടുത്തടുത്ത് വേണം എന്നുള്ളത്. നമ്മൾ സ്ക്രീൻ പ്ലേയിലെ ഫസ്റ്റ് പേജ് ഞങ്ങൾ എപ്പോഴും വെക്കുന്നത് ഈ മാപ്പാണ്. ആക്ച്വലി ഇത് വായിക്കുന്ന ആൾക്കാർക്ക് ഈ മാപ്പ് മനസ്സിലാവണം എന്നുള്ളത്. ഈ വീട് ഇവിടെയാണ്, ഇവിടെ നോക്കിയാൽ ഇങ്ങനെ കാണാം, ഇവിടെ നോക്കി ഇങ്ങനെ കാണാം. ഈ ഒരു പെർസ്പെക്റ്റീവ്, ലൈൻ ഓഫ് സൈറ്റ്. അപ്പം അത് മനസ്സിലാവണമെങ്കിൽ ഈ മാപ്പ് മനസ്സിലാവും. വായിച്ചാലും ഇത് ഓരോ അസ്മയ്ക്ക് എന്തോരം കാണാം, സുലുവിന് എന്തോരം കാണാം, സുലുവിന്റെ വിഷയം കെട്ടാവുന്ന മൊമെന്റ് ഉണ്ട്, സുലുവിന്റെ വിഷയം കെട്ടാവുന്ന മൊമെന്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാറ്റേണിലാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പം ഈ ലൊക്കേഷൻ കണ്ടെത്തുന്നത് പറയുന്നത് ഭയങ്കര പ്രോബ്ലമായി. ഞങ്ങളോട് സമീർക്ക് പറഞ്ഞു, ഈ ലൊക്കേഷൻ സെറ്റിൽ പോസിബിൾ അല്ല, നമ്മൾ ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ലൊക്കേഷൻ കണ്ടെത്തിയേ പറ്റൂ. അപ്പോൾ ഞങ്ങൾ വണ്ടിയെടുത്ത് ആക്ച്വലി ഓരോ 2-3 ടീമായിട്ട് ആക്ച്വലി കോട്ടയം, പത്തനംതിട്ട ഈ 2 ജില്ലകളിൽ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ കഥ. കാരണം നമുക്ക് കൊച്ചിയിൽ നിന്ന് ഒരു 3 hours ജേണി ഉണ്ട് എയർപോർട്ടിൽ നിന്ന് കഥാപരമായിട്ട്. അപ്പോൾ ആ 3 hours ജേണി നമുക്ക് കോട്ടയം, പത്തനംതിട്ട ജില്ലയാണ് ആ 3 hours കറക്റ്റാണ്. അതുപോലെ തന്നെ ടെറൈൻ വൈസും കോട്ടയം, പത്തനംതിട്ട റബ്ബർ പരിപാടികൾ, നമ്മളീ പറയുന്ന പല ക്രൈറ്റീരിയകൾ കൊണ്ടും ആ സ്പേസ് ഓക്കെയാണ്. അപ്പം പത്തനംതിട്ട ജില്ലയിൽ ഞങ്ങൾ തപ്പി ഒരെണ്ണം കണ്ടുപിടിച്ചു. ഇവരെ കൊണ്ട് കാണിച്ചു, അമേരിക്കൻ ഷെജുകയും കൊണ്ട് കാണിച്ചു. അവർക്കും ഭയങ്കര വർക്കായി. അപ്പം ആ ലൊക്കേഷൻ തന്നെ എന്നുള്ള രീതി ഞങ്ങൾ ഫിക്സ് ചെയ്തു. 21 ഏപ്രിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോൾ ഈ ലൊക്കേഷൻ്റെ ഓണർ, ഐ മീൻ ആ വീടുകളുടെ ഒക്കെ ഓണർ, പൂട്ടിക്കിടക്കുന്ന വീടുകളായിരുന്നു 1-2 പുള്ളി പെട്ടെന്ന് കാല് മാറി. പുള്ളി പറഞ്ഞു എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പല രീതിയിൽ ഞാൻ ശ്രമിച്ചു. സമീർക്കനോട് പറഞ്ഞാൽ വിട്ടളാം, നമുക്ക് പുള്ളിയെ ഫോഴ്സ് ചെയ്ത് പിടിക്കാൻ പറ്റില്ല, മനസ്സറിഞ്ഞ് തന്നാലേ ഇത് നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അതേ സമയത്ത് തന്നെ ഇതറിയുന്നില്ല, അതേ സമയത്ത് തന്നെ മെയിൻ ആക്ടറായിട്ടുള്ള മെയിൽ ആക്ടർ വിഡ്രോ ചെയ്യും ചെയ്തു പ്രോജക്റ്റ്. അപ്പം വീണ്ടും ഭയങ്കര അനിശ്ചിതാവസ്ഥയൊക്കെ പോയി. പ്രോജക്റ്റ് ഏകദേശം ഡ്രോപ്പ് ആവുന്നൊരു മൊമെൻ്റായി. അപ്പോൾ എന്നോട് സമീർക്ക് പറഞ്ഞിട്ട് ഇത് നടക്കാൻ ചാൻസ് കുറവാണ്, നീ വേറെ എന്തെങ്കിലും പരിപാടി ആലോചിക്കുക എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അതിനോട്ടുള്ള ഹൈ നഷ്ടപ്പെടുന്നില്ല. വേറെ എന്തെങ്കിലും എന്നോട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് പോകണ്ട, വേറെ കഥകൾ ആലോചിക്കും, നമുക്ക് പിടിക്കാം. അങ്ങനെയാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. പക്ഷേ എനിക്കിത് വിട്ടിട്ട് വേറെ ഒന്നും ആലോചിക്കാൻ, കാരണം ഇത്രയും നമ്മളതിൽ ഇല്ലായിരുന്നു. ഈ സിനിമ നടക്കണം. അപ്പോൾ ഇതിൻ്റെ അതേ സമയത്ത് തന്നെ ബേസിൽ മിന്നൽ മുരളിയുടെ പരിപാടിയൊക്കെ ആയിട്ട് അവിടെ വരുമായിരുന്നു. സമീർക്കാണ് ക്യാമറ ചെയ്യുന്നത്. ബേസിൽ ഈ കഥ അറിയാം. ബേസിൽ നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാറ്. ബേസ് ആസ് എ ഓഡിയൻ, ആസ് എ ഡയറക്ടർ ഞാനും ലിബിനും ഉണ്ടാവും. അപ്പോൾ ബേസിൽ എപ്പോഴും പറയുക ഉഗ്രൻ കഥയാണ്, ഈ സിനിമ നടക്കണം എന്നുള്ള രീതിയിൽ ബേസിൽ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാറ്. അന്നൊന്നും ബേസിൽ നമ്മളെ മനസ്സില്ല കേട്ടോ ഈ ക്യാരക്ടർ, കാരണം ഏജും അതല്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്നു.
അപ്പോൾ ബേസിന്റെ അവസ്ഥ ഇങ്ങനെയല്ലല്ലോ. അല്ല, ബേസിൽ ആസ് എൻ ആക്ടർ പടങ്ങൾ ചെയ്യുന്നുള്ളൂ. അതെ അതെ. അപ്പോൾ അങ്ങനെ മിന്നൽ മുരളിലേക്ക് ഇറങ്ങി സൂപ്പർ ഹിറ്റ് അടിക്കുന്നു. അങ്ങനെ 22-ൽ ഇപ്പം ഞാനിങ്ങനെ നിൽക്കുന്നു അവിടെ തന്നെ. സമീർ ഒരു ദിവസം രാവിലെ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ട് നസ്രിയ ചെയ്താൽ എങ്ങനെ ഉണ്ടോ ഈ പരിപാടി. അപ്പോൾ നമുക്ക് തോന്നി യെസ്, അതിനൊരു ഡൈനാമിക്സിന് പോസിബിലിറ്റി ഉണ്ട്, ആ മാനറിസംസിലുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ ചെറിയ ചേഞ്ചസ് വരുത്തണം, ക്യാരക്ടർ ഡൈനാമിക്സിലുള്ള ചേഞ്ചസ് വരുത്തണം. ഞാനും ലിബിനും ആ രീതിയിലൊന്ന് വർക്കൗട്ട് ചെയ്തു, എങ്ങനെ അതിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ അതിന് പോസിബിലിറ്റീസ് ഉണ്ട് എല്ലാ സ്പേസിലും. അങ്ങനെ നിൽക്കുന്നു. പിന്നെ ഹാപ്പി ഹവേഴ്സിന് വന്ന ഡിയർ ഫ്രണ്ട് ഉണ്ട്. ഡിയർ ഫ്രണ്ടിൻ്റെ റിലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരും അതിൽ ഇതാണ്. അപ്പോൾ ഞങ്ങൾ ഞാൻ നസ്രിയുടെ അടുത്ത് പോയി കഥ പറയാൻ. അപ്പോൾ നസ്രിയുടെ അടുത്ത് പോയി കഥ പറഞ്ഞു. ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പുള്ളിക്കാരുടെ റിയാക്ഷനിൽ നിന്ന് പിടികിട്ടി ഇത് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ എനർജിയും വ്യത്യാസമുണ്ട്, കഥ പറയുന്നതിലുള്ള നറേഷനിലുള്ള വ്യത്യാസം. അങ്ങനെ പുള്ളിക്കാരി കാലൊക്കെ ഇങ്ങനെ കയറ്റി വെച്ച് കേൾക്കാൻ തുടങ്ങി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആസ് എൻ ഓഡിയൻ പെർസ്പെക്റ്റീവ് എനിക്ക് റിയാക്ഷനിൽ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു, അതെങ്ങനെ എന്നുള്ള സാധനം. അപ്പം നമ്മൾ ഇതെല്ലാം പേ ഓഫ് ഉണ്ട് അങ്ങനെ പറഞ്ഞ് ടുവേർഡ്സ് എൻ്റെ ആയപ്പോൾ എനിക്ക് പുള്ളിക്കാരുടെ സാറ്റിസ്ഫൈങ് ഫേസ് കാണാൻ പറ്റി. ഒരു ഓഡിയൻ ഫേസ് കേട്ടോ. ഇതാ ഞാൻ അഭിനയിക്കണം എന്നുള്ളതിനപ്പുറം ഒരു കാഴ്ചക്കാരൻ എന്നുള്ള ഒരു സംതൃപ്തി എനിക്ക് കിട്ടി. എനിക്ക് ഉറപ്പായിരുന്നു പുള്ളിക്കാരി പിക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ സമീർക്ക് എന്നെ വിളിച്ചിട്ടാ നസ്രി ഓക്കെയാണ്, അവൾ ചെയ്യും എന്തായാലും, നമുക്ക് ഇപ്പുറത്ത് മെയിൽ വേണമല്ലോ എന്ന് പറഞ്ഞിരിക്കും. അപ്പോഴും ആ മെയിൽ ക്യാരക്ടർ എപ്പോഴും ഒരു പ്രശ്നമായിട്ടൊക്കെയാണ് അയാൾ നിൽക്കുകയാണ്. അങ്ങനെ വന്നിട്ട് ഞാൻ വേറെ കുറേ മെയിൽ ആക്ടേഴ്സിനെ ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട്. അവരുടെ ഡേറ്റ് ഇഷ്യൂസും പ്രശ്നങ്ങളുണ്ട്, അവർക്ക് കുറേ പടങ്ങളുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പാൽത്തു ജാനുവർ ഹിറ്റ് അടിക്കുന്നു, ജയ ജയ ഹിറ്റ് അടിക്കുന്നു. അങ്ങനെ അപ്പോൾ ഞാനും ലിവിനും തമ്മിൽ ഇങ്ങനെ സംസാരിക്കേണ്ടത്, എടാ ബേസിൽ ചെയ്താൽ പോരെ, അത് അവനാണ് കഥയും വർക്കാണ്, നമുക്ക് എന്തായാലും നസ്രി ഇപ്പുറത്തായതുകൊണ്ട് ബേസിൽ ഓക്കെ അല്ലേ, നമുക്ക് ഏജ് ഡൗൺ ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നു. നമുക്ക് അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തിയാൽ പോരെ, ഡ്രാമയും സെയിം. അപ്പോൾ യെസ്, ബേസിൽ ഞങ്ങൾ പ്രൊഡക്ഷനിൽ പിച്ച് ചെയ്തു, ബേസിൽ പോരെയെന്ന് ചോദിക്കുന്നു. സമീർക്ക് ഒരൊറ്റ കോൾ ചെയ്തു, ബേസിൽ ഓക്കെയാണ്. ബേസിൽ ചോദിച്ചാൽ എപ്പോൾ ഷൂട്ട് ചെയ്യണം, നമുക്ക് മാർച്ച് ചെയ്യണം എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. അപ്പോഴത്തേക്കും സമീർക്ക് ആക്ച്വലി ആവേശം പുള്ളി സൈൻ ചെയ്തിട്ടിരിക്കുകയാണ്. ഷൈജുക്കയും മഞ്ഞുബെല്ലിൽ ബിസിയാണ്. അപ്പോൾ ഇവരിത് കഴിഞ്ഞാലേ പോസിബിൾ ആവുള്ളൂ. അപ്പോഴും എന്നോട് പറയണ ലൊക്കേഷൻ കണ്ടുപിടിക്കും, ഇതിൻ്റെ രണ്ടുപേരും ഇന്നായിട്ട് കാര്യമില്ല, ലൊക്കേഷൻ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞങ്ങൾ ഡിസ്ട്രിക്റ്റ് മാറ്റി. എന്നുവെച്ചാൽ നമുക്ക് ചീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാം. ഡിസ്ട്രിക്റ്റ് മാറ്റി തപ്പുന്നു, രക്ഷയില്ല, കിട്ടുന്നില്ല. കിട്ടിയാലും പലരും തരാൻ താല്പര്യമില്ല. കാരണം നമുക്ക് 50 ദിവസം 60 ദിവസം 65 ദിവസമെങ്കിലും വരും ഷൂട്ട് ചെയ്യുക. അത് ഇവിടെ തന്നെയാണല്ലോ. അപ്പോൾ വീട്ടിൽ താമസമുള്ളവരാണ്, അവർ മാറണം, അതൊന്നും പ്രാക്ടിക്കലല്ല. അപ്പോൾ അത് എങ്ങനെ പോസിബിൾ ആവും? അപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ട് പത്തനംതിട്ട ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൂട്ടിക്കിടക്കുന്ന വീടുകളുള്ള പത്തനംതിട്ട ജില്ലയിലാണ്, എല്ലാവരും NRIs ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അവിടെ ആദ്യം കിട്ടിയത്. പക്ഷെ തരാനുള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ പരസ്യം ചെയ്യാൻ തീരുമാനിച്ചു, ഒരു ലൊക്കേഷന് വേണ്ടി ആഡ് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആദ്യം ആഡ് കൊടുത്തു, പിന്നെ പത്രത്തിൽ ആഡ് കൊടുത്തു. അപ്പോൾ ഒരുപാട് കോളുകൾ വരാൻ തുടങ്ങി. 10,000-2000 ആളുകൾ വിളിച്ചു. നമ്മൾ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ഒക്കെ നമ്പർ വെച്ചാൽ അവരെല്ലാവർക്കും കോൾ വരികയാണ്. അപ്പം കുറേയൊക്കെ നമുക്ക് മാച്ചിങ് ആയിട്ട് തോന്നി. ഞങ്ങൾ അങ്ങനെ ഇന്ന സ്ഥലം എന്നൊന്നും വെച്ചില്ല, എല്ലായിടത്തും കൊടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് കോലഞ്ചേരിയിൽ, എറണാകുളം ജില്ല തന്നെയാണ്, കോലഞ്ചേരി എന്നൊരു ഇത് വരുന്നു. പുള്ളി ഒരു ലൊക്കേഷൻ മാനേജർ തന്നെയായിരുന്നു, ഇത് പരസ്യം കണ്ടിട്ട് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ പുള്ളി ഒരു സ്ഥലം കാണിക്കുന്നു, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വർക്കായി. അപ്പോൾ അതോടൊപ്പം തന്നെ വേറെയും സ്ഥലങ്ങൾ കിട്ടി, ഓപ്ഷൻസ് വരാൻ തുടങ്ങി. അപ്പോൾ ഇതില്ലെങ്കിൽ അത്, അതില്ലെങ്കിൽ ഇത് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓക്കെ അടിക്കുന്നു ലൊക്കേഷൻ. അപ്പോൾ പിന്നെ നമ്മളിനി നസ്രിയ ബേസിൽ നിന്നുള്ള കാസ്റ്റ് വരുമ്പോൾ ഇപ്പം നമ്മൾ നിലവിലുള്ള ട്രീറ്റ്മെൻറ്റ് പോരാ, നമ്മൾ ഒന്നുകൂടി ഇത് മാറി ചിന്തിക്കണം. കാരണം ത്രില്ലേഴ്സിൻ്റെ ഒരു കുത്തൊഴുക്ക് കോവിഡ് കാലത്ത് വല്ലാണ്ടുണ്ടായിരുന്നു. അത് ഹാപ്പി ഹവേഴ്സിൻ്റെ ഡിസിഷനാണ്. ആക്ച്വലി ഇതിൽ നിന്ന് മാറണം നമ്മൾ, നമുക്ക് ഫ്രഷ് ആയിട്ട് ഇതിനെ അവതരിപ്പിക്കാം. ആദ്യം ഡാർക്ക് മോഡലായിരുന്നു. ഡാർക്ക് എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല, കാരണം ഒരു ത്രില്ലറിൻ്റെതായ സ്വഭാവത്തിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാന്നുള്ള ഇതായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ബ്രൈറ്റ് സൈഡ് അതിനുണ്ട്. ഈ പറയുന്ന സ്ത്രീകൾ, പരിപാടികൾ ചുറ്റുള്ള സ്ത്രീകൾ, കാരണം അവരൊക്കെ ബ്രൈറ്റ് ലൈഫാണല്ലോ, ഒരു വീട്ടിൽ മാത്രം നടക്കുന്ന ഒരു മിസ്റ്ററിയും സീക്രട്ടുമാണ്. ബ്രൈറ്റ് സൈഡ് നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഇതിൽ തന്നെ ഉണ്ട്. പ്ലസ് ഇതിൽ നമുക്ക് കുറച്ചും കൂടി ഡാർക്ക് ഹ്യൂമർ എലമെൻറ്റും കൂടി ആഡ് ഓൺ ചെയ്യണം. ഇപ്പം അന്ധാധുനൊക്കെ ഹിച്ച്കോക്കിൻ ഡ്രാമ തന്നെ പറയുന്നത്, പക്ഷേ വേറൊരു ട്രീറ്റ്മെൻറ്റ് അതിനുണ്ട്. അതുപോലെ നമുക്ക് പക്ക അങ്ങനെ വേണ്ട, നമുക്ക് നമ്മുടേതായ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവാം.
അങ്ങനെ കോപ്പി ചെയ്യണ്ട, നമുക്കൊരു വിഷ്വൽ സ്റ്റൈൽ നമ്മുടേതായി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ആംഗിളിൽ അങ്ങനെ നമ്മൾ ടെക്നീഷ്യൻസിനെ എല്ലാവരെയും സമീർക്ക് ഫിക്സ് ചെയ്യുന്നു. ഷരൺ ക്യാമറ, ചമൻ എഡിറ്റ്, എല്ലാവരും കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ഹാപ്പി ഹൗസ് എന്നുള്ള പേരും അങ്ങനെ വരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും പുതുമയുള്ളൊരു കാര്യമായിരുന്നു, ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പോലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എല്ലാവരും കൂടെ ഒരുമിച്ചൊരു കളക്റ്റീവായിട്ട് ഞങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ക്യാമറമാൻ എല്ലാ ദിവസവും വരും, ഷരൺ എല്ലാ ദിവസവും വരും, ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഈ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ നമുക്ക് പുതുക്കാം, എൻഹാൻസ് ചെയ്യാമെന്നുള്ള അത് ആ ഡിസ്കഷനിലാണ് സത്യം പറഞ്ഞാൽ ഇന്ന് കാണുന്ന സിനിമ വിഷ്വൽ പാറ്റേൺ ഞങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. അല്ലെ ഹാപ്പി ഹവേഴ്സ് ഉണ്ട്, ഞങ്ങൾ ഫുൾ ടീമുണ്ട്, അതിങ്ങനെ ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ചമൻ വരും, നമുക്ക് എഡിറ്റിൽ എന്ത് കൊണ്ടുവരാൻ പറ്റും, അങ്ങനെ ഒരു കളക്റ്റീവ് ഫേസായിട്ട് അത് ഇന്ന് കാണുന്ന ട്രീറ്റ്മെൻറ്റിലേക്ക് വരുന്ന അങ്ങനെയാണ്. എൻ്റെ വിഷ്വൽ ഈ സിനിമയുടെ അകത്ത് സ്ക്രിപ്റ്റിൽ പോലും വരുന്ന കുറേ ഇപ്പോഴത്തെ സാഹചര്യവും ഇപ്പോഴത്തെ ഉപയോഗിക്കുന്ന ടേംസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു കാര്യം സെർച്ച് ചെയ്യുന്നത് സിനിമയിൽ കാണിക്കുക ഗൂഗിളിലാണ്, പക്ഷേ ഇവിടെ അത് ചാറ്റ് GPT ആണ്. കാരണം ചാറ്റ് GPTയിലേക്ക് നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും ചാറ്റ് GPTയോടാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ പ്രിയ ചോദിക്കുന്നത് അവിടെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പ്ലാനിങ് ഡെയിലി നടക്കുന്നുണ്ട് എന്നുള്ള ജനപ്രിയമായിട്ടുള്ള ഡയലോഗ് പ്ലേസ് ചെയ്യുന്നത് അവിടെയാണ് വരുന്നത്. അതുപോലെ ഫേസ്ബുക്ക് വസന്തമായിരിക്കുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ പഴമയൊക്കെ ഇഷ്ടമാണ് എന്ന് ബേസിൽ പറയുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ ശരിയാണ്, ഫേസ്ബുക്ക് പഴഞ്ചനാണ്. അതുപോലെ മറ്റേ ഫേസിൽ ഒരു പ്രത്യേക ക്യാരക്ടറിൻ്റെ തന്തവൈബ് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തോട് വളരെ ചേർന്ന് നിൽക്കുന്നതാണ്. ഇത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശരിക്കും എത്ര ഡ്രാഫ്റ്റുകൾ കടന്നു പോയിട്ടുണ്ട്, എത്ര വട്ടം ഇത് മാറ്റി മാറ്റി. ആക്ച്വലി അത് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പിൽ ആ നാട്ടിൽ തന്നെ ആ 6 വീടുകൾക്കിടെ തന്നെ പല ഏജ് ഗ്രൂപ്പ് ഉണ്ടല്ലോ. ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളുണ്ട്, 30s നിൽക്കുന്നവരുണ്ട്. അപ്പം പല ക്രൈറ്റീരിയയിലുള്ള സ്ത്രീകളാണ് എൻ്റെ വരുന്നത്. പ്രിയദർശിനിയും ഹസ്ബൻഡും ആൻ്റണിയും ഒരു ഇൻ്റർ റിലീജിയൻ മാരേജിൽ വരുന്നവരാണ്. സുലു ഒരു ജെൻസിയാണ്. അവൾ ഇപ്പം സുലു എന്നാണ് അവളെ വിളിക്കുന്നതെങ്കിലും അവളുടെ പേര് ഐശ്വര്യ സുലോചൻ എന്നാണ്, അച്ഛൻ്റെ പേരാണ് സുലോചൻ. അപ്പം പക്ഷേ അത് നമ്മൾ സിനിമയിൽ അത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ശരിക്കും നമ്മൾ ക്യാരക്ടറൈസേഷനിൽ എഴുതിയത്. അപ്പോൾ അച്ഛൻ്റെ പേരിനെ സുലു സുലു എന്ന് വിളിക്കുന്നതാണ് ആക്ച്വലി. അപ്പം ബമ്പിളിലൊക്കെ അവൾ ബമ്പിളിലൊക്കെയാണ് എപ്പോഴും. അപ്പം അങ്ങനെ അപ്പോൾ അതൊന്നും നമ്മൾ ആ സൈഡൊന്നും അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, ക്യാരക്ടറൈസേഷനിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നു. ഒരു ഡിവോഴ്സി ആയിട്ടുള്ള മെറിൻ ഫിലിപ്പ്, ഒരു കൊച്ച്, സിംഗിൾ മദർ, പ്ലസ് അസ്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അത് അവൾ അസ്മയും പ്രിയൊക്കെ ഒരേ ഏജിലുള്ളവരാണ്. തൊട്ടപ്പുറത്ത് സിസിലിയും സരോജിനിയൊക്കെ വേറൊരു ഏജ് ഗ്രൂപ്പാണ്. അപ്പം ആ ഡിഫറൻസിയേഷൻ ഈ സ്ത്രീകൾക്കിടയിലും ഉണ്ട് ആക്ച്വലി, ആ വ്യത്യാസം. അപ്പം ആ രീതിയിലാണ് അതിനെ അങ്ങനെ നമ്മൾ ആദ്യം മുതലേ ആ ക്യാരക്ടറൈസേഷനിൽ അതുണ്ടായിരുന്നു. ഈ ശുഭദിനം ഡയലോഗൊക്കെ എങ്ങനെയാണ് വരുന്നത്? അല്ല, അതൊക്കെ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിൽ ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്കെയിൽ അപ്പ് ചെയ്യണം വരുന്നു. സിനിമയുടെ ഒരു ത്രില്ലർ ആണെങ്കിലും നമുക്ക് ആൾക്കാർക്ക് മൊമെന്റ്സ് എൻജോയ് ചെയ്യാനുള്ള മൊമെന്റ്സ് വേണം എന്നുള്ള രീതിയിലുള്ള റിസർച്ചിൽ വന്ന പോയിന്റ്സ് ആണ് ആക്ച്വലി. പിന്നെ അപ്പോഴും ഒക്കെ നമ്മുടെ ക്യാരക്ടറൈസേഷൻ വിട്ടുപോയിട്ടില്ല. ക്യാരക്ടർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് കോമഡിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വെറുതെ ഒരു കൈയടിക്ക് വേണ്ടിയിട്ട് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ആക്ച്വലി ക്യാരക്ടറിൽ നിൽക്കാത്ത ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഈവൻ ഇപ്പം പ്ലാനിങ് ഡെയിലി നടക്കുന്നുണ്ടെന്ന് പറയുന്നതും അവളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഡെയിലി പ്ലാനിങ് നടക്കുന്നുണ്ടല്ലോ. അപ്പം എല്ലാം അങ്ങനെ ക്യാരക്ടറിൽ നിന്നുകൊണ്ടുള്ള പ്ലേസ്മെന്റ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ശരിയാണ്. ഇപ്പൊ ഈ അമ്മ പറയുന്നുണ്ടല്ലോ, ആദ്യം ബേസിലിനെ നോക്കിയിട്ടൊരു കമന്റ് പറയുന്നുണ്ട്, ശരീരവുമായി ബന്ധപ്പെട്ട ഒരു കമന്റ് പറയുന്നുണ്ട്. അപ്പൊ അവിടെ തൊട്ടേ അവര് എന്താ പറയുക, ഒട്ടും ലോജിക്കലല്ലാത്ത ലോജിക്കൽ എന്ന് വെച്ചാൽ ആ സന്ദർഭത്തിന് ചേരാത്ത കാര്യങ്ങൾ പറയുന്ന ലേഡിയാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ ദോശമാവ് വെച്ചിട്ട് പിന്നെ പുട്ടുണ്ടാക്കിയാൽ പോരെ, ഒന്നും മറ്റൊന്നിന് പകരമാവില്ല ശുഭദിനം എന്ന് പറയുന്നിടത്ത് അത് ഒരു പോയിന്റാണ്. കുറേ ഏരിയകളിൽ ഇവർ എനിക്ക് അവൻ്റെ പൊട്ടൻഷ്യൽ അന്നേ അറിയാമായിരുന്നു എന്നൊക്കെ പറയുന്നിടത്ത് ഒട്ടും റിയാലിറ്റിയുമായി ചേർന്ന് പോകാത്ത ഈ ക്യാരക്ടറുമായിട്ട് അവരുടെ ബേസിക് സ്വഭാവം എവിടെയും അങ്ങനെ മാറിയിട്ടില്ല ഇവരുടെ ക്യാരക്ടേഴ്സിൻ്റെ ഒന്നും. അതും കോൺഷ്യസ് ആയിട്ട് എടുത്തൊരു ഡിസിഷൻ ആണല്ലേ? ഉറപ്പായിട്ടും നമ്മൾ ക്യാരക്ടറിൽ നിന്ന് വിട്ടുപോകരുത് എന്നല്ല. എല്ലാ ക്യാരക്ടറിനും ബാക്ക് സ്റ്റോറീസ് ഉണ്ടായിരുന്നു. നമ്മളത് അതിൽ ആദ്യം ഉണ്ടാക്കിയ ഡ്രാഫ്റ്റിൽ തന്നെ എല്ലാ ക്യാരക്ടറിനെ കുറിച്ചും ആ 300 പേജ് എന്ന് പറയുന്ന ക്യാരക്ടറൈസേഷൻ ആയിരുന്നു മെജോറിറ്റിയും. അപ്പോൾ ആ 300 പേജിൻ്റെ ഏറ്റവും വലിയ ഗുണം അതായിരുന്നു. എല്ലാവരുടെയും വളരെ ഡീറ്റെയിൽ, എല്ലാവർക്കും ഒരു പേഴ്സണൽ സീനുകൾ ഉണ്ടായിരുന്നു ഇപ്പം ഈ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്. പ്രിയദർശിനിയുടെ കാര്യം പറയുമ്പോൾ പ്രിയദർശിനിക്ക് ഒരു ക്യാരക്ടർ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത് 8ാം ക്ലാസ്സിൽ മൈക്രോസ്കോപ്പ് വെച്ച് പാർട്ടിയുടെ ലിംഗം കണ്ടുപിടിച്ചത്. അത് ആക്ച്വലി ഞാൻ ആദ്യം അതുലുമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ അതുല എനിക്ക്
നമുക്ക് പ്രിയദർശിനി ഈ പറഞ്ഞ പ്രിയദർശിനി ഉണ്ടാക്കിയപ്പോൾ പ്രിയദർശിനിക്കൊരു വേറൊരു അട്രാക്റ്റീവ് സാധനം വേണം. അതായത് നമുക്ക് പെട്ടെന്ന് ഹുക്ക് ചെയ്യാനുള്ള ക്യാരക്ടർ എന്തെങ്കിലും ഒരു ട്രൈറ്റ്സ് നമുക്ക് ഉണ്ടാവണം. അപ്പം നമ്മൾ വളരെ ചെറുപ്പം മുതൽ ആ ക്യാരക്ടറിനെ കുറിച്ച് ആലോചിക്കണം. ഇവള് അച്ഛനും അമ്മയും എന്താണ്, ഇവള് ഏത് ജില്ലയിലായിരിക്കും, നമുക്ക് കഥ വേണ്ടത് കോട്ടയം ഇതിലാണ്. അപ്പം ഒരുപാട് ദൂരെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഇവളെ അച്ഛനും അമ്മേനും നമ്മൾ ഉണ്ടാക്കുന്നു. നമുക്കൊരു സിസ്റ്ററുണ്ട്, സിനിമയിൽ അതില്ല, നമ്മൾ ക്യാരക്ടറൈസേഷൻ ഉണ്ടാക്കുമ്പോൾ അതെല്ലാം ഉണ്ട്. അപ്പോൾ ആക്ച്വലി അമ്മ സിസ്റ്ററിനെ നോക്കാൻ വേണ്ടിയിട്ട് ഗൾഫിലെവിടെയാണ്, അപ്പം അച്ഛനാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രിയദർശിനിനെ നമ്മൾ ചെറുപ്പത്തിൽ ഉണ്ടാക്കുമ്പോൾ ഇവള് മൈക്രോബയോളജി ആയിരിക്കണം ഇവൾക്ക് നമുക്ക് കഥാപരമായിട്ട് വേണ്ടത്. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ട്രൈറ്റ്സാണ് അതുൽ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം നമ്മൾ 8ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കുക. അപ്പോൾ അതിൽ പറഞ്ഞൊരു പേരുണ്ടാണ് ആക്ച്വലി. അന്ന് പാറ്റയെ നോക്കിയിട്ട് പാറ്റയുടെ ലിങ്ക് അവൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിൽ ആ ക്യാരറ്റിൻ്റെ ക്വിക്നെസ് ഉണ്ട്. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് പോകേണ്ടത്, ക്യാരക്ടർ പിടിക്കേണ്ടത്. ഈ മാനുവലിനെ അപ്പം അങ്ങനെ എഴുതി വെച്ച സ്പോയിലർ ആവാത്തൊരു ക്യാരക്ടർ ട്രൈറ്റ് പറയുമോ? മാനുവലിനെ അവർ ഈ ഗ്രേസ് ബേക്കറിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവർ കേക്കിന് ഭയങ്കര ഇതായിട്ടുള്ളൊരു വേണം. മാനുവൽ നന്നായിട്ട് കേക്ക് ഉണ്ടാക്കാൻ അറിയാം എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനങ്ങളുണ്ടായിരുന്നു. ആ ഒരു ഡ്രാഫ്റ്റിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു കേക്കിനൊക്കെ ഭയങ്കര പ്രാധാന്യമുള്ള ഒരു ബേക്കറി എന്നുള്ള ഒരു സംഭവങ്ങളും ആ കേക്കിന് ഭയങ്കര ഫാൻസ് ഉണ്ട് ഈ ഇവിടെ തന്നെ. അപ്പോൾ ആ ബേക്കറിയിലുള്ള നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആ കേക്ക് ഉണ്ടാക്കുന്നവരാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു ആക്ച്വലി, ഒരു ഡ്രാഫ്റ്റിൽ ഉണ്ടായിരുന്നു ആക്ച്വലി. ഇപ്പം ഇതിനകത്ത് ഒരു സാമൂഹിക പ്രതിബദ്ധത ഉള്ളൊരു വിഷയം കൂടിയുണ്ട്. പക്ഷെ അത് മുമ്പ് സിനിമകളിൽ വന്നിട്ടുമുണ്ട്. അപ്പോൾ അതിനെ മാറ്റി ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് ആളുകൾ ഗസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പോയിന്റിലേക്ക് എത്തരുത്. അത് ഏറ്റവും അവസാനം വേണം അത് വെക്കാൻ വേണ്ടി, ഒരു റാപ്പർ പോലെ അതിങ്ങനെ മൂടി വെച്ചിരിക്കുക. അപ്പോൾ ആ എലമെന്റ് ഏത് മുതലാ കഥയിലേക്ക് ഇന്നാവുന്നത്? അല്ല, അത് ആക്ച്വലി ആദ്യത്തെ ഡ്രാമയിലുണ്ട്. വെരി ഫസ്റ്റ് ഡ്രാമയിൽ അതിൽ ആദ്യം ഉണ്ടാക്കിയ ഡ്രാമയിൽ ദ തേർഡ് ആക്ട് ബിഹൈൻഡ് റീസൺ അത് തന്നെയാണ്. അതന്നെയാണ് എന്നെ ഹുക്ക് ചെയ്തതും അത് തന്നെയാണ്. കാരണം ഇതൊരു ഇപ്പം ഞാൻ ഒരേപോലെ ഈ കഥ ആലോചിക്കുന്ന 2019 പറയുന്നത്. പക്ഷെ ആ സമയത്ത് ഇത് വളരെ ഏലിയനാ ആണ്. അതുകൊണ്ടാണ് ആക്ച്വലി അന്നേ നമുക്ക് ഭയങ്കര ഹൈ ആയിരുന്നു. പിന്നെ ഓരോ സിനിമകൾ വരുമ്പോഴും ഇങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ പോയി പോവാണ്. അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് ഫ്രഷ്നെസ് നഷ്ടപ്പെടുകയാണല്ലോ, ഈ കഥയിൽ നിന്ന് ഇത്രയും പോയിന്റ്സുകൾ ഇങ്ങനെ പോകാനുള്ളൂ എന്നുള്ളത്. പക്ഷെ അപ്പോഴും നമുക്ക് വർക്കാവുന്ന ഉറപ്പുള്ള കുറേ ഫ്രഷ് സാധനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമ വിടാത്തത്. അല്ലെങ്കിൽ ഞങ്ങൾ വിട്ടേനെ. ആ ഫ്രഷ്നെസ് കംപ്ലീറ്റ് പോയിരുന്നെങ്കിൽ ഒരു പരിധിവരെ പിന്നെ വിടാനേ പറ്റുള്ളൂ. ഇപ്പം നസ്രിയോട് കഥ പറയുമ്പോൾ നസ്രിയ ഇപ്പോഴത്തെ നമ്മുടെ നടപ്പ് വാർപ്പ് മാതൃകകൾ അനുസരിച്ച് യുവനടിയാണ്. ആ യുവനടിയോടാണ് പോയി പറയുന്നത് 9 വർഷം കല്യാണം കഴിഞ്ഞ ശേഷം 9ാമത്തെ ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഒരു കുട്ടിയുള്ള ജോലിയില്ലാത്ത വീട്ടമ്മയായിട്ടുള്ള ഒരു ക്യാരക്ടർ. ഇത് പറയുന്നത് ഇത് പറയുമ്പോഴൊന്നും ഈ ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും അവർ ഒരിക്കലും കോൺഷ്യസ് ആയിരുന്നില്ല. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും. പുള്ളിക്കാരി ഇപ്പം കൊച്ചുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കൽ പോലും കൊച്ച് വേണ്ടാന്നോ അല്ലെങ്കിൽ MC അത് നമുക്ക് കൊച്ചൊന്നും വേണ്ട അങ്ങനെയൊന്നും വേണ്ടി, ഈ കൊച്ച് വേണമെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. കൊച്ച് വേണം ആക്ച്വലി, എന്നാലേ എനിക്ക് എന്തെങ്കിലും പുതുമയായിട്ട് എന്തെങ്കിലും ചെയ്യാം. അപ്പം അതിൽ നിന്നും ഒരു വ്യത്യാസവും വരുത്താൻ പുള്ളിക്കാരി ഒന്നും പറഞ്ഞിട്ടില്ല, ഉറപ്പായിട്ടും പറഞ്ഞിട്ടില്ല. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയദർശിനിയുടെ വയസ്സ് ഇപ്പോഴത്തെ നസ്രിയുടെ വയസ്സ് തന്നെയാണ്. ആക്ച്വലി നമ്മൾ 29 എന്നുള്ളൊരു വയസ്സിൽ അല്ലെ 29-30 എന്നുള്ളതാണ്. ഞങ്ങൾ ആദ്യം 29 എന്നുള്ള ഏജിന് ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു ആദ്യത്തെ പ്രിയദർശിനിക്ക്. കാരണം 29 എന്ന് പറയുന്നത് എപ്പോഴും ഒരു 30s കിടക്കുന്നത് ഭയങ്കര വേറൊരു ചേഞ്ചാണ്. അപ്പോൾ 29ൻ്റെ ഒരു ലാസ്റ്റ് പാറ്റേണിൽ നിൽക്കുന്ന ആളാണ് പ്രിയദർശിനി. അപ്പം 29ാമത്തെ ബർത്ത്ഡേ പുള്ളിക്കാരി ശക്തമായി വന്ന എനിക്ക് 29 വയസ്സേ ഉള്ളൂ എന്ന് കാണിക്കാനുള്ളൊരു ട്രൈറ്റ്സ് ഒക്കെ ആദ്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ആ ഏജ് അത് തന്നെയാണ് നമ്മൾ ആദ്യം മുതൽ അങ്ങനെ പിടിച്ചിരിക്കുന്നത്. ഒരിക്കലും പിടുത്തം കിട്ടുന്നില്ല. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് മൊത്തം കഴിഞ്ഞാലും എന്താ ശരിക്കും മിസ്റ്ററി നമുക്കൊരു ഐഡിയ പോലും കിട്ടുന്നില്ല. എന്താണ് ശരിക്കും ഒരു പ്ലാൻ ചെയ്യുന്നത് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് ഓഡിയൻസ് എങ്ങനെ എടുക്കുന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഒട്ടും നമുക്ക് പിടി തരുന്നില്ല. നമ്മൾ ആക്ച്വലി അങ്ങനെ ഓഡിയൻസിനെ കുറിച്ച് നമുക്ക് ആദ്യം സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. കാരണം നമ്മൾ അത്രയും സിനിമകൾ കാണുന്നുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ എന്ത് വ്യത്യാസമാണ് നമുക്ക് ഈ സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റുക, എന്നെ എത്രത്തോളം ഇത് എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ എഴുതുന്നവർക്കാണേലും പ്രൊഡക്ഷൻ ഹൗസിലാണേലും നമുക്ക് എത്രത്തോളം പേഴ്സണലി വർക്കാവുന്നുണ്ട്. അപ്പോൾ അത് ബാക്കിയുള്ളവർക്കും ഓക്കെ, അവർക്കും വർക്കാവും. നമുക്ക് നമ്മളെ ചതിക്കാൻ പറ്റില്ലല്ലോ, നമ്മളെ ചതിക്കാതിരിക്കുക എന്നുള്ളതാണ്.
ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഒരു പേഴ്സണലായ കോൺവെർസേഷനിൽ എന്നോട് പറഞ്ഞത് ഞാൻ ഇതുവരെയും സക്സസ് എന്താണെന്ന് ടേസ്റ്റ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് അത് എന്നിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് ഏകദേശം ഇപ്പോൾ നോൺസെൻസ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ നിന്ന് ഇപ്പോൾ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ വരെയുള്ള ഒരു 6 വർഷക്കാലമുള്ള ദൂരമുണ്ട്. ആളുകൾ MC ജിതിൻ അതാരാണ് എന്നുള്ളതിനപ്പുറത്ത് MC ജിതിനാണല്ലേ എന്നുള്ള അവസ്ഥയിലേക്ക് ഇപ്പോൾ ഇനി അങ്ങോട്ട് ഇതൊരു മേൽവിലാസമായിട്ട് വരുന്നുണ്ട്. റിനോഷ് നിങ്ങൾ ഒരുമിച്ച് സ്വപ്നം കണ്ട സിനിമ സ്വപ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ സക്സസിനെ ടേസ്റ്റ് ചെയ്യുന്ന മാനസികാവസ്ഥ ഇല്ല, ഞാനങ്ങനെ സക്സസ്സിൽ ഭയങ്കര ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്നില്ല. ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് എൻ്റെ ഫസ്റ്റ് ഔട്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ സമീർക്കും ഷൈജുക്കും സാറ്റിസ്ഫൈഡ് ആണെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അവർക്ക് ഓക്കെയാണ് ഫിലിം. ആക്ച്വലി അവർ സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ പിന്നെ എനിക്ക് ഞാൻ പേടിക്കാനില്ല. ആക്ച്വലി അതിനപ്പുറത്തേക്ക് എനിക്ക് നോൺസെൻസിൽ ഞാൻ കണ്ടു കഴിഞ്ഞു എന്ത് സംഭവിക്കുന്നുള്ളത്. അതിനപ്പുറത്തേക്ക് എന്തായാലും സംഭവിക്കാനില്ല. അത് ഞാൻ അവിടെ ഫേസ് ചെയ്തതാണല്ലോ. അപ്പോൾ ആ ഫേസ് ഞാൻ റെഡി ടു ഫേസ് ആയിരുന്നു. എന്ത് വന്നാലും ഞാൻ റെഡി ടു ഫേസ് ആയിരുന്നു. ഞാൻ നോൺസെൻസ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ. ലെറ്റ് ഇറ്റ് കം, ഫേസ് ചെയ്തല്ലേ പറ്റും. നമ്മൾ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇച്ചിരി എൻ്റെ ക്യാരക്ടറൈസേഷനിലുള്ളൊരു സംഭവം, ഞാൻ ഇച്ചിരി ഒരു പേഴ്സണൽ അന്വേഷണവും ഡിറ്റക്റ്റീവ് ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ആക്ച്വലി ഞാൻ മുൻകൂട്ടി ചില കാര്യങ്ങൾ എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പം ഇത് ഇങ്ങനെ വരൂ, നോൺസെൻസ് ഇങ്ങനെ വരൂ എന്ന് ഞാൻ ആദ്യമേ എൻ്റെ മനസ്സിൽ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ കണ്ടു കഴിയുമ്പം എനിക്കെന്താ പറ്റുക, എനിക്ക് കിട്ടുന്ന ഗുണമെന്ന് വെച്ചാൽ നെഗറ്റീവ് തോട്ട് ചിന്തിങ്ങാണത്. അതധികം നമുക്ക് ഫേസ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് അത്ര ഇമോഷണൽ ആവില്ല. നമ്മൾ മുൻകൂട്ടി അത് കണ്ടു കഴിഞ്ഞു. അതായത് മാക്സിമം ഇതിന് വരുന്ന നെഗറ്റീവ് അങ്ങ് മനസ്സിലാദ്യം കാണും. അപ്പോൾ നമുക്ക് അതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല. അപ്പം ഞാൻ ഇവിടെ അങ്ങനെ ഒരുപാട് വലിയ സ്വപ്നങ്ങൾ, ഇതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ബോധമില്ലായിരുന്നു. ഈ സിനിമ സംഭവിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. അത് സംഭവിച്ചു കഴിഞ്ഞു. അത് തന്നെയാണ് സക്സസ്. ഞാൻ നോൺസെൻസും അങ്ങനെ തന്നെ കാണുന്നത്. അത് സംഭവിച്ചു. പിന്നെ അത് എൻ്റെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങൾ കൊണ്ടാണ് ആ സിനിമയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അത് എല്ലാവരും സിനിമ ഇപ്പം നമ്മൾ ഈ കാണുന്ന സക്സസ്സിനെ എന്ന് പറയുന്നത് അത് ഒരാൾ വിചാരിച്ചാലൊന്നും സംഭവിക്കില്ല. ആ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു കളക്റ്റീവ് ഫേസാണത്. പ്രൊഡക്ഷന് ഭീകരമായ ഇതുണ്ട്, പ്രാധാന്യമുണ്ട്. വർക്ക് ചെയ്യുന്നവർക്ക് അതുപോലെ പ്രാധാന്യമുണ്ട്, അഭിനയിക്കുന്നവർക്ക് പ്രാധാന്യമുണ്ട്. എല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് അത് ഈ പറയുന്ന സംഭവത്തിലേക്ക് എത്തുക. ഈ ബേസിൽ ഏത് പോയിന്റിലാണ് ഏറ്റവും അധികം ഹൈ ആയിട്ടുള്ളത് അയാളുടെ ക്യാരക്ടറിൽ? അയാൾ പല രീതിയിലുള്ള ഡ്രാമകൾ അവിടെ പയറ്റുന്നുണ്ടല്ലോ, ആ പ്രശ്നമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അതിൽ തന്നെ സിംഗിൾ മദറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് രസകരമായിട്ടുള്ള ഇൻസിഡൻറ്റുകളുണ്ട്. നമ്മൾ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ എങ്ങനെയായിരിക്കണം ജെന്റിൽ മാൻ ആവേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ മാതൃകകൾ പഠിച്ചു വന്നിട്ടുള്ള ഒരാളുടെ ഒരുപാട് രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളുണ്ട്. എനിക്കത് കൂടുതൽ വിവരിക്കാൻ പറ്റില്ല, സ്പോയിലറായി പോകും. ആ മൊമെൻറ്റിലൊക്കെയാണോ അദ്ദേഹം ഇന്നായത്, അതോ ആക്ച്വൽ മിസ്റ്ററിയിലാണോ അദ്ദേഹം കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നത്? കഥ ഇഷ്ടപ്പെടുന്ന ആരും അല്ല. പുള്ളിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമയുടെ ഭാഗം അല്ലായിരുന്നപ്പോൾ പോലും പുള്ളിക്ക് കഥ ഇഷ്ടമാണ്. പുള്ളി ഒരു ഹിച്ച്കോക്ക് ഫാനാണ്. അപ്പം ഞാനും ബേസിൽ എപ്പോഴും സംസാരിക്കുന്നത് ഹിച്ച്കോക്കിനെ കുറിച്ചാണ്. ഈവൻ ഷൂട്ടിൻ്റെ സമയത്ത് പോലും ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഹിച്ച്കോക്കിൻ്റെ മറ്റേ സിനിമയെക്കുറിച്ച്, നൊട്ടോറിയസിനെ പറ്റി, അങ്ങനെ പല സിനിമകളുടെ ഡ്രാമയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യും. അപ്പം പുള്ളിക്ക് അത് ഇഷ്ടമായിരുന്നു ഇത് സിനിമയെ കാണാൻ. ഇപ്പം നമ്മളൊക്കെ നമ്മുടെ മനസ്സിൽ കണ്ടിട്ടുള്ള നമ്മളുടെയൊക്കെ ഒരു കുടുംബം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അടുപ്പവും സ്നേഹവും അല്ലെങ്കിൽ അതിൻ്റെ നന്മയും മാത്രം തുളുമ്പുന്ന ഒരു രൂപത്തിനെ മൊത്തത്തിൽ ഉടച്ചു കളയുന്ന ഒരു കൺസെപ്റ്റ് കൂടി ഈ സിനിമയ്ക്കകത്തുണ്ട്. എനിക്ക് സ്പോയിലേഴ്സ് ആയാലും കൂടുതൽ പറയാൻ പറ്റില്ല. ആ ഒരു തോട്ട്, അങ്ങനെ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുത്ത് മുന്നോട്ട് പോവാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളെ കൾപ്രിറ്റ് ആക്കാം, അതിനുള്ള ചിന്ത എവിടുന്നാവുന്നത്? അതല്ല, ആക്ച്വലി ഇതൊരു പൂർണ്ണമായിട്ടും ഞാനും അതിലും ആദ്യത്തെ ചിന്തയിൽ തന്നെ ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യമുണ്ട്. നമ്മളിത് ഫീമെയിൽ ഡിറ്റക്റ്റീവ് സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അതിനെ നമ്മൾ വെറുതെ ഒരു ഫീമെയിൽ ഡിറ്റക്റ്റീവ് സിനിമയല്ല പോകേണ്ടത്. ഇപ്പോൾ എനിക്ക് ആൽഫ്രഡ് ഹിച്ച്കോക്കിനെ ഇഷ്ടപ്പെടുന്ന പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ജോർദാൻ പെലി. ഇവരുടെ ഗെറ്റ് ഔട്ട് എനിക്ക് ഭയങ്കര സ്വാധീനിച്ച സിനിമയാണ്. ഇപ്പോൾ ഗെറ്റ് ഔട്ട് അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പം നമുക്ക് അതുപോലത്തെ ഒരു സിനിമ ട്രൈ ചെയ്യാം ഈ സിനിമയിൽ. ലെറ്റ് ഇറ്റ് ബി എ സോഷ്യൽ ഇമ്പാക്റ്റ്. നമുക്കൊരു സോഷ്യൽ ഇമ്പാക്റ്റ് കൊടുക്കണം. ആക്ച്വലി നമ്മൾ വുമൺ സെൻട്രിക് ആയിട്ടൊരു സിനിമ ചെയ്യാണ്. ഇറ്റ് ഷുഡ് ബി എ കംപ്ലീറ്റ് വുമൺ സെൻട്രിക് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ അങ്ങനത്തെ റീസൺസ് ആയിരിക്കണം. അങ്ങനത്തെ എല്ലാ ഞാൻ നേരത്തെ പറഞ്ഞത്, സ്ത്രീകളെ നമ്മൾ ക്യാരക്ടറൈസേഷനിൽ പ്ലേസ് ചെയ്യുമ്പോൾ പോലും ഞാൻ പറഞ്ഞില്ലേ, ഡിവോഴ്സ് ആയിട്ടൊരു സ്ത്രീയുണ്ട്, കമ്മിങ് ഓഫ് ഏജിലുള്ള. അപ്പോൾ അങ്ങനെ എല്ലാ പാറ്റേണിലുള്ള സ്ത്രീകളെ നമ്മൾ മാക്സിമം ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു ജോഗ്രഫി. അത് കംപ്ലീറ്റ് ഒരു വുമൺ സെൻട്രിക്. എനിക്ക് അങ്ങനെ ഒരു സിനിമ ഞാൻ തന്നെയായിരുന്നു
നമ്മളത് കൺസീവ് ചെയ്ത ആദ്യത്തെ തുടക്കം മുതലേ അങ്ങനെ. അതൊരു സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്യണം അങ്ങനത്തെ ചിന്തയിൽ നിന്ന് വന്നതല്ല. അങ്ങനത്തെ അല്ല, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ. അത് അങ്ങനെ എന്തിനെ ബ്രേക്ക് ചെയ്യണമെന്നല്ല ചിന്തിച്ചത്. എനിക്ക് അങ്ങനെ കാണാൻ ഇഷ്ടമാണ്. അതുലിനെ അങ്ങനെ കാണാൻ ഇഷ്ടമായിരുന്നു, ലിബിൻ അങ്ങനെ കാണാൻ ഇഷ്ടമായിരുന്നു. ഹാപ്പി അവേഴ്സിൽ വന്നപ്പോൾ അവർക്കും അത് കാണാൻ ഇഷ്ടം, അവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ. അപ്പം ആക്ച്വലി അതാണ് എല്ലാവരുടെയും ഇഷ്ടം ഒരു സെൻറ്ററിലേക്ക് വരിക എന്നുള്ളതാണ്. എല്ലാവരും ഒരു പേജിലെത്തി വർക്ക് ചെയ്യുന്ന എല്ലാവരും 1 പേജിലെത്തുമ്പോഴാണല്ലോ അതെല്ലാവരുടെയും ഒരു വിഷനായി മാറുന്നത്. ഈ സിദ്ധാർത്ഥ ഭരതനും ബേസ്ഡായിട്ടുള്ള സീനുകളൊക്കെയും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഒരുപാട് ചിരി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇവർ സീരിയസ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും പ്രേക്ഷകൻ അത് ഒരുപാട് ചിരിച്ചിട്ടാണ് അതൊക്കെ കാണുന്നത്. അതിലിപ്പോൾ ഈ റിയ കൺഫ്യൂഷനുണ്ട്, അതൊക്കെ എങ്ങനെയാണ് വർക്കൗട്ട് ആയത്? അത് ആദ്യ മാതൃകയിൽ തന്നെ ഉണ്ടോ? ഇല്ല, അത് നമ്മൾ അവസാനത്തെ ട്രീറ്റ്മെൻറ്റിൽ വന്ന ചേഞ്ചാ. റിയ അങ്ങനത്തെ സംഭവങ്ങളും അവരെ വൾണറബിൾ ആക്കാം എന്നൊക്കെയുള്ള ചിന്തകൾ വരുന്നത് ഫൈനൽ ഡ്രാഫ്റ്റിലുണ്ടായതാണ്. ഒരു ലാസ്റ്റ് നമ്മൾ നസ്രീൻ ബേസിലും ഒക്കെ ഇന്നായി കഴിഞ്ഞിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് വർക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ സിനിമയുടെ ട്രീറ്റ്മെൻറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ തീരുമാനിക്കുകയും അതിലുണ്ടായ മാറ്റങ്ങളാണ് അതൊക്കെ. ശരിക്കും ഉദ്ദേശം ഒരു എണ്ണം പറയുമ്പോൾ എത്ര ഡ്രാഫ്റ്റുകൾ എഴുതിയിട്ടുണ്ടാവും? ഞാനിപ്പം ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് അതുൽ വർക്ക് ചെയ്തിട്ടുള്ള ഡ്രാഫ്റ്റാണ്. അതിനുമുമ്പ് ഞാൻ ഉണ്ടാക്കിയത് ഒരു കഥ എന്ന് പറയുന്ന സാധനമാണ്, ഒരു ബേസ് കഥ സ്റ്റോറി ലൈനാണ്. അതിൽ നിന്നാണ് അതിലൊരു ഡ്രാമ, ഒരു സ്ക്രീൻ പ്ലേ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരുന്നത്. അത് ഫസ്റ്റ് ഡ്രാഫ്റ്റായിട്ട് കാണും. പിന്നെ ലിബിനും നമ്മളും ഞാൻ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു ഡ്രാഫ്റ്റ്, ഒരു മെക്കാനിക്കൽ ഡ്രാഫ്റ്റിലാണ് ഞങ്ങൾ കൂടുതലും വർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ പലപ്പോഴും പ്രിൻ്റ് ഔട്ട് എടുത്ത് പല ചേഞ്ചസ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്താണ് ഒരു 10-30 മേളിലുണ്ടാവും. 30 മേലുണ്ടാവും പ്രിൻ്റ് ഔട്ട് എടുത്ത്. ഇങ്ങനെ ഓരോ ചേഞ്ചുകൾ വരുമ്പോഴും മൊത്തത്തിൽ മാറ്റമല്ല, ഓരോ പ്രാവശ്യം ചെറിയ ചേഞ്ചസ് വരുത്തി അങ്ങനെ മാറ്റുമ്പോൾ ഒരു 30 മേളിൽ ഡ്രാഫ്റ്റ് എടുത്തിട്ടുണ്ടാവണം. ഇപ്പോൾ ഈ സൂക്ഷ്മദർശിനിയുടെ ഇൻ്റർവ്യൂകൾ പുറത്തു വന്നപ്പോൾ ആ ഇൻ്റർവ്യൂകൾക്ക് ഉണ്ടായൊരു സ്വഭാവം ഉണ്ടായിരുന്നല്ലോ. അതായത് ബേസിൽ നസ്രിയ അവർ പരസ്പരം കൗണ്ടറുകൾ അടിക്കുന്നു, തമാശകൾ ഉണ്ടാവുന്നു, ഇൻ്റർവ്യൂകൾ മില്യൺസ് ഓടുന്നു, ആളുകൾ ഇവരുടെ കോംബോയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു ക്യൂട്ട് പബ്ലിക് കോമഡി സിനിമയാണെന്നുള്ളൊരു ധാരണ ഉണ്ടാവുന്നതിൽ നിന്ന് അവരുടെ തലക്കടിച്ചുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻ്റർവ്യൂകൾ ബാക്ക് ഫയർ ചെയ്യുമോ? ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള സിനിമയ്ക്കൊക്കെ അത് സംഭവിച്ചിട്ടുള്ളതാണ്. അവർ ഓൾറെഡി പറഞ്ഞതാണ് സിനിമ എന്താണോ അതല്ല സ്ക്രീനിൽ വന്നത്. അങ്ങനെ ഒരു ഭയം ഉണ്ടായിരുന്നത് ഈ പ്രൊമോഷൻ ബാക്ക് ഫയർ ചെയ്യോ? നെവർ. ആക്ച്വലി അത് അവരുടെ റിയൽ ക്യാരക്ടേഴ്സാണ്. അവർ ഷൂട്ടിന് അങ്ങനെയായിരുന്നു. അപ്പം നമ്മൾ ഷോട്ടിലേക്ക് അവർ വിളിക്കുന്നതിന് മുമ്പ് ബേസിലും നസറീൻ രണ്ടുപേരും സെറ്റിലുണ്ടാവുമ്പം എല്ലാവർക്കും എനർജി ആയിരുന്നു, എല്ലാവർക്കും സ്ട്രെസ് റിലീഫും റിലാക്സേഷനും ആയിരുന്നു അവരുടെ ആ പേഴ്സണൽ അവരുടെ ലൈഫ്. അപ്പോൾ അത് ഫ്രെയിമിലേക്ക് വരുമ്പോൾ അവർ വ്യത്യാസമാണ്. അവർ പ്രിയദർശിനി മാനുവലായിട്ട് മാറുന്നുണ്ട്. ആ കട്ട് പറഞ്ഞ് അവർ മാറുമ്പോഴത്തേക്ക് അവർ ബേസിൽ നസറിയാണ്. ഇൻ്റർവ്യൂവിനെ അങ്ങനെ കണ്ടാൽ മതി. സിനിമ വേറെയും അവർ ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് അവർ പ്രിയദർശിനി മാനുവൽ ആവേണ്ട കാര്യമില്ലല്ലോ, അവർ നസറിയും ബേസിലായ പോരെ. അപ്പം സിനിമ വേറെ റിയൽ ലൈഫ് വേറെ എന്നുള്ള രണ്ടായിട്ട് അതിനെ കണ്ടാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഇതിനകത്ത് ഇപ്പോൾ മാസ് ഡയലോഗുകളൊക്കെ പ്ലേസ് ചെയ്ത വിധമൊക്കെ ഉണ്ടല്ലോ. സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഒരു സിനിമയുടെ അകത്ത് മാസ് ഡയലോഗുകൾ മാത്രം പറയുന്ന സമയത്ത് അതുവരെയും ഒരു നായകനോ നായികയോ സംസാരിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ന്യൂട്രൽ മലയാളം അല്ലാത്ത എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവിടെ പറയുക, കുറച്ചുകൂടി സിനിമാറ്റിക് ആയിട്ടായിരിക്കും പറയാം. പക്ഷെ അങ്ങനെയല്ല ഇവിടുത്തെ പ്രധാന കഥാപാത്രം പറയുന്നത്. ഒരു മാസ് മൊമെൻറ്റിൽ സാധാരണ ഒരാളോട് എന്താണോ പറയുക അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ പല കാര്യങ്ങൾക്കുള്ള ചേസിനും ഫോളോ അപ്പിനും ഒക്കെ ഉപയോഗിക്കുന്നത് കോമൺ ആയിട്ടുള്ള ഗാഡ്ജറ്റ്സാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്യാരക്ടറുടെ ട്രൈറ്റ് പറയുമ്പോൾ പോലും പറയുന്നത് ഈ കുക്കറിൻ്റെ വിസിലിൻ്റെ എണ്ണമൊക്കെയാണ്. അപ്പോൾ അതിനൊക്കെ ഗ്രൗണ്ടഡാണ്. ഇങ്ങനെ മതി, ഒന്നും സിനിമാറ്റിക് ആവണ്ട, ഒന്നും ഓവർ ദ ടോപ്പ് ആവണ്ട, അങ്ങനെ ഒരു ശ്രദ്ധ ഉണ്ടായില്ല. ആക്ച്വലി അതെന്താ അറിയോ, അത് നമ്മൾ ആദ്യത്തെ പരിപാടിയിലുള്ള കാരണം വെച്ചാൽ ഈ ക്യാരക്ടറൈസേഷനിലുള്ളതാണ്. പ്രിയദർശിനി നമ്മൾ ഒരിക്കലും ഓവർ ദ ടോപ്പിൽ വിടരുത്. പ്രിയദർശിനി ഗ്രൗണ്ടഡ് ആയിരിക്കണം. ഞാനീ പറഞ്ഞ പോലെ എല്ലാ വീട്ടിലും എൻ്റെ വീട്ടിലുണ്ടല്ലോ ഒരു സൂക്ഷ്മദർശിനി എന്ന് തോന്നുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ ഇൻവെസ്റ്റിഗേഷണൽ പാർട്ട് വരേണ്ടത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പാലിൻ്റെ സീനാണെങ്കിലും അതായിരുന്നു എല്ലാവർക്കും ഞാൻ കൊടുക്കുന്ന പ്രിമൈസ്. ഇതായിരിക്കണം പ്രിയദർശിനി. ഇതിനപ്പുറത്തേക്ക് നമ്മളെ വീടുകളിലുള്ളിൽ നമുക്ക് അല്ലെങ്കിൽ മാക്സിമം നമ്മൾ അപ്പുറപ്പുറമുള്ള വീടുകൾക്കുള്ളിലല്ലേ അതിനപ്പുറത്തേക്ക് ഒരു പോലീസൊന്നും ആവരുത്, പോലീസ് ബുദ്ധിയോ കാര്യങ്ങളൊന്നും ആവരുത്. എല്ലാവർക്കും ഹൈലി റിലേറ്റബിൾ ആയിരിക്കണം നമ്മളൊരു പ്ലോട്ട് പ്ലേസ് ചെയ്യുമ്പോൾ എന്നുള്ളത് നമ്മൾ ആദ്യമേ ക്യാരക്ടറിൻ്റെ ഡെഫിനേഷൻ ആയിരുന്നു. ഈ കൊച്ചു ബീഹാർ എന്നുള്ള സ്ഥലം എങ്ങനെ കണ്ടുപിടിച്ചു? അത് നമ്മൾ റിസർച്ചിൽ വന്നതാണ്. ആക്ച്വലി ഞങ്ങൾ ദീപകിൻ്റെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞങ്ങൾ 1-2 ആ രീതിയിലാണ്, പുള്ളിയുടെ അതേ ജോലി ചെയ്യുന്ന നമ്മളെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അങ്ങനെ അവരുമായിട്ട് റിസർച്ച് ചെയ്ത് ഞാൻ ലിബിനൊക്കെ പോയിട്ട് റിസർച്ച് പോയിന്റിൽ ഞങ്ങൾ അവരുമായിട്ട് സംസാരിക്കുമ്പം അവരുടെ വായിന്ന് വന്ന അവർക്ക് ഇങ്ങനെ ഒരു കുച്ച് ബിഹാറിലേക്ക്
ട്രാൻസ്ഫർ കിട്ടിയൊരു കഥ പറയണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ബീഹാറിലാണെന്ന്. പിന്നെ അത് ബീഹാറല്ല, അത് വെസ്റ്റ് ബംഗാളാണെന്നൊക്കെ. അപ്പോൾ രസമായിട്ട് തോന്നി ആക്ച്വലി. അത് പ്ലേസ് ചെയ്യാന്നൊക്കെ തോന്നിയത് അതിലൊരു രസമുണ്ടെന്ന് ഫീൽ ചെയ്തിട്ട് അങ്ങനെ വെച്ചാൽ. ഈ മൃഗങ്ങളുമായ മാനുവലിനുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ, അതും തുടക്കത്തിലൂടെ തന്നെ അഡ്രസ്സ് ചെയ്ത് പോകുന്നുണ്ടല്ലോ. മൃഗങ്ങൾ എന്ന് വെച്ചാൽ കണ്ണിൽ കാണുന്ന ചെറിയ ചെറിയ മൃഗങ്ങൾ, അതിൻ്റെ ശരിക്കുമുള്ള കാരണം എന്താ? അങ്ങനെ എന്തെങ്കിലും ഒരു ലോജിക് ഉണ്ടോ? ഫ്രം ദ വെരി ഫസ്റ്റ് ഡ്രാഫ്റ്റ് മുതലേ ആക്ച്വലി ഉള്ള ഷെയ്ഡുകളാണത്. പൊട്ടിക്കിടക്കുന്ന ഒരു വീട്, അവിടെ ഒരു പട്ടിക്കൂടുണ്ട്. ആ പട്ടിക്കൂടിൻ്റെ മേളിൽ എപ്പോഴും വന്ന് കിടക്കുന്ന ഒരു പൂച്ച. കാരണം ആ വീട് പൂച്ചയുടെ സ്ഥലമായിട്ട് മാറിയിരുന്നത്. ആ വീട്ടിൽ ആരും ഇല്ലായിരുന്നു. ഇവൻ വന്നപ്പോൾ തന്നെ അതിനെ ഓടിക്കുകയാണ്. കാരണം സമീർക്ക എന്നതിൻ്റെ അടുത്ത് നമ്മളടുത്ത് പറഞ്ഞൊരു പോയിന്റ് എന്ന് വെച്ചാൽ, ഒരു പൂച്ച പോലും ഇങ്ങോട്ട് വരാൻ അയാൾ ഇഷ്ടപ്പെടുന്നില്ല. ഈ വീട്ടിലേക്ക് വരാൻ അയാൾ ഇഷ്ടപ്പെടുന്നില്ല ആക്ച്വലി. അയാളെ ഓടിക്കുകയാണ് ആക്ച്വലി. അപ്പം ആ രീതിയിൽ അതിനെ കണ്ടാൽ മതി എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ആദ്യം അതിനെ പിടിച്ചിരുന്നത്, അയാൾ പറഞ്ഞ പോലെ അയാളുടെ വീടിൻ്റെ പട്ടിക്കൂടിൻ്റെ മേളിൽ ഒരു പൂച്ച കിടക്കുന്നു, അതിനെ ഓടിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഡയമെൻഷൻ കൂടി ചിന്തിച്ച് തുടങ്ങിയപ്പോൾ മാനുവൽ ഇസ് ഇൻട്രസ്റ്റിംഗ് എന്നുള്ള പോയിന്റിലേക്ക് വരും. ഇപ്പോൾ ഇതിനകത്ത് ഈ വാട്സപ്പിൽ അയക്കുന്ന സന്ദേശങ്ങളൊക്കെ എഴുതി വരുന്നൊരു ടെക്സ്റ്റിനൊരു വലിപ്പം ഉണ്ട്. സാധാരണഗതിയിൽ സിനിമയിൽ വരുന്ന പോലെയല്ല അത് വരുന്നത്. ആ ഡിസൈൻ്റെ പിന്നിലത്തെ കാര്യം എന്തായിരുന്നു? ചമനാണ് അത് ഫിക്സ് ചെയ്തത്. ചമൻ അത് ഫസ്റ്റ് കട്ടിൽ തന്നെ ചമൻ പ്ലേസ് ചെയ്ത ഒരു സ്റ്റൈലുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒരു ഇതിലേക്ക് അവർ പൊട്ടിയത് സാധനങ്ങളുണ്ട്. അപ്പം ആ ചമനാണ് ടെക്സ്റ്റിൻ്റെ സ്റ്റൈലുകളും ഒക്കെ ഫിക്സ് ചെയ്തത് ആക്ച്വലി. അത് കംപ്ലീറ്റ്ലി ചമൻ ആണ് അതിൻ്റെ. അപ്പോൾ അതെന്ന് വെച്ചാൽ വേറൊരു കാര്യമുണ്ട്, നമുക്ക് റീഡബിലിറ്റി ആവണം, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അത് ഓക്കെയാണ്. അത് ആ വലിപ്പം എല്ലാവർക്കും ഈസി അണ്ടർസ്റ്റാൻഡ് ആണ്. പിന്നെ നമുക്ക് ഈ ടെംപ്ലേറ്റ്സ് വേണ്ടാന്ന് നമ്മൾ ആദ്യം തീരുമാനിച്ചു. സ്ഥിരം ടെംപ്ലേറ്റ്സ് വേണ്ട, നമുക്ക് എന്തെങ്കിലും അതിലൊരു പുതുമ വേണം. അതിലും റിസർച്ച് ചെയ്തിട്ടാണ് ആ പോയിന്റിലേക്ക് എത്തിയത്. ചമൻ കൊണ്ടുവന്ന അങ്ങനെ മറ്റെന്തെങ്കിലും എഡിറ്റിൽ കൊണ്ടുവന്ന എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? നിങ്ങൾ സ്ക്രീൻ പ്ലേയിൽ എഴുതി വെച്ചിരുന്നതും ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതും അല്ലാതെ എഡിറ്റിൽ തിരിഞ്ഞു പോയ സംഭവങ്ങൾ? തിരിഞ്ഞു പോയിട്ടൊന്നുമില്ല ആക്ച്വലി. ചമൻ ഉണ്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞില്ലേ, ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഇത് വരേണ്ടി വന്നില്ല. പിന്നെ കുറച്ച് സീൻസൊക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് എഡിറ്റ് ടൈമിൽ. നമുക്ക് പിന്നെ കുറച്ച് ഡ്രാഗ് ചെയ്യുന്നു തോന്നിയ കുറച്ച് സീനുകളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എഡിറ്റിൽ വന്നിട്ടുള്ളൂ മാറ്റങ്ങൾ. പിന്നെ ഉറപ്പായിട്ടും ചമൻ്റെ ആ ടെമ്പോ ചമൻ ക്രിയേറ്റ് ചെയ്തതാണ്. നമ്മൾ സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ മാക്സിമം ഇൻ്റർകട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ സ്ക്രീൻ പ്ലേ ഡീൽ ചെയ്യുന്നത്. മാക്സിമം ഇൻസേർട്സും ഇതും വേണം. നമ്മൾ അത്ര ഇൻറ്റൻസ് ആയിരിക്കണം ആ സംഭവം പറയുന്നത് എന്നുള്ളത് ആദ്യമേ സ്ക്രീൻ പ്ലേയിലുണ്ടായിരുന്നു. അതിനെ നല്ല രീതിയിൽ ചമൻ വീണ്ടും എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഇതിൽ തന്നെ ഇപ്പോൾ വില്ലന്മാരായിട്ടുള്ള ഒരു സംഘം ആളുകളുടെ പ്ലാൻ പെർഫെക്റ്റ് അല്ല, അതിന് പെർഫെക്റ്റ് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്നെയാണ് അത് ഈ സിനിമയും മുന്നോട്ട് പോകുന്നത്. അങ്ങനത്തെ ഒരു കാര്യമാണ് വേണ്ടത്. അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യമല്ല ചെയ്യുന്നത് എന്നുള്ളത്, അത് അങ്ങനെ ഒരു ഇംപ്രഷൻ ആ ഓഡിയൻസിന് ഉണ്ടാക്കണം. അങ്ങനെ നിർബന്ധം ഉണ്ടായിരുന്നോ? അങ്ങനെയല്ല, ആക്ച്വലി ആ ക്രൈമിലേക്ക് നമ്മൾ എത്തുന്ന, അവരെങ്ങനെ ക്രൈം ചെയ്യണം എന്നുള്ള സംഭവമൊക്കെ എത്തുന്നത് റിസർച്ചിൽ തന്നെയാണ്. അപ്പോൾ അത് ആക്ച്വലി ഞാൻ മെക്സിക്കോയിൽ 400 പേരെ കൊന്നൊരു കേസുണ്ട്. ആ 400 പേരെ കൊന്ന കേസിൽ സാന്റിയാഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രഗ് ഡീലർ, പുള്ളി ഇതേ മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ആൾക്കാർ 400 പേരെ കൊന്നത്, 400 മേളിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ ഒരു ഈ പറയുന്ന പോലെ സ്പോയിലറാണ്, ബോൺ ഇത് വെച്ചിട്ടാണ് കിട്ടിയിരിക്കുന്ന ഒരു ഇതിൽ അവർക്ക് കിട്ടിയ ഇതിൽ ഫോറൻസിക്കൽ സാമ്പിൾസിൽ അവർക്ക് കിട്ടിയത് വെറും ബോൺ സെൽസ് മാത്രമാണ്. വേറെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ബോൺ സെൽസിൽ നിന്നാണ് ആക്ച്വലി പുള്ളി, അത് എല്ലാവരുടെയും ഒന്നും കിട്ടിയിട്ടില്ല, 10-20 പേരുടെയൊക്കെയാണ്. അപ്പം ഇതൊക്കെ റെഫറൻസിൽ ഞങ്ങളുടെ ഉണ്ടായിരുന്ന ഈ സംഭവം. അപ്പം സാന്റിയാഗോ അതൊരു പെർഫെക്റ്റ് പ്ലാൻ ആയിരുന്നു ആക്ച്വലി. അപ്പം നമ്മൾ പക്ഷേ ഇതിലേക്ക് വന്നപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ വൾണറബിൾ ആക്കണം അവരെ, ഡാർക്ക് ഹ്യൂമർ വർക്ക് ചെയ്യണം. അപ്പം നമുക്കത് ഇപ്പം നിങ്ങൾ ചോദിച്ചത് ആ സിനിമ വർക്കായതുകൊണ്ടാണ്, ആ വൾണറബിലിറ്റി വർക്കായതുകൊണ്ടാണ് ആ ചോദ്യം വന്നത്. ഈ ഇവരുടെ ഭാഗത്തുനിന്ന് കൂടി, അതായത് കുറ്റം ചെയ്യുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് കൂടി അവർക്ക് കൂടി ന്യായീകരിക്കാൻ ഉള്ളൊരു കാരണം ഉണ്ടാവണം. അതും ഈ പറഞ്ഞ പോലെ വൾണറബിലിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായൊരു. അതെ, നമുക്ക് മാക്സിമം ഇപ്പം നമ്മൾ സൈക്കോ കാണുമ്പോഴൊക്കെ ഹിച്ച്കോക്കിൻ്റെ
നമുക്ക് ഇവൻ ആ വില്ലൻ്റെ പെർസ്പെക്റ്റീവിൽ നിൽക്കുമ്പോഴും വൾണറബിൾ ആവുന്നുണ്ട്. ഹിച്ച്കോക്കിൻ്റെ പല ക്യാരക്ടേഴ്സും അവനാവുന്നുണ്ട്. അപ്പം അതിനുള്ളൊരു പോസിബിലിറ്റി സിനിമയ്ക്ക് ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനെയും ട്രീറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ട്രീറ്റ്മെൻറ്റിൽ കൊണ്ടുവന്നു. ഈ നമ്മുടെ നോൺസെൻസ് തൊട്ടിട്ട് സൂക്ഷ്മദർശിനി വരെയുള്ള ഒരു 6 വർഷങ്ങളുണ്ടല്ലോ. ഈ 6 വർഷങ്ങളിൽ നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ. നമുക്ക് മനസ്സമാധാനം ഉണ്ടാവണം. നമ്മൾ മൈൻഡ്ഫുൾ ആകുമ്പോഴാണല്ലോ നമ്മൾ കുറേ കൂടി ക്രിയേറ്റീവ് ആവുക. നമുക്ക് പുതിയ പുതിയ കഥകൾ ആലോചിക്കണം, പുതിയ പുതിയ ആംഗിളിൽ പറഞ്ഞ കഥകളെ ആലോചിക്കണം. ആരെ ഏറ്റവും അധികം ഇപ്പം കൂടെ ഉണ്ടായിരുന്നത്? ഒന്ന്, ഈ സൂക്ഷ്മദർശിനി എന്നുള്ള ഈ ഒരു പരിപാടി സ്റ്റോറി ലൈൻ എനിക്ക് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായി. നോൺസെൻസ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ശരീരത്തിൽ കയറി കഴിഞ്ഞു. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ എന്തെങ്കിലും ഹൈ ആയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ എൻ്റെ കൂടെ അന്ന് മുതൽ സപ്പോർട്ടീവായിട്ട് നിന്ന കുറച്ചധികം ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ ആ സപ്പോർട്ടിങ് സിസ്റ്റമാണ് എന്നെ ഞാൻ ഈ സിനിമ ഇന്നിപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് കംപ്ലീറ്റ്ലി അവർക്കുള്ള ക്രെഡിറ്റ്സാണ്. കാരണം എന്നെ ആ സപ്പോർട്ടിങ് സിസ്റ്റം ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ സർവൈവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എനിക്ക് മെൻ്റലി ആണെങ്കിലും ഏത് തരത്തിലാണേലും, ഫിനാൻഷ്യലി ആണെങ്കിൽ ഫിനാൻഷ്യലി ഞാൻ വേറെ ഞാൻ ഗസ്റ്റായിട്ട് ക്ലാസ് എടുക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് സർവൈവൽ അതായിരുന്നു ആക്ച്വലി. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു സിനിമ എപ്പോഴും സംഭവിക്കണം എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ പല നെഗറ്റീവ് കാര്യങ്ങളും കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോഴും നമുക്കൊരാളോട് ഷെയർ ചെയ്യാനും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും ആൾക്കാരുണ്ടാവണമല്ലോ. അപ്പോൾ അങ്ങനെ എനിക്കൊരു ചുരുക്കം ഫ്രണ്ട്സ് ഉണ്ട്. അവർ ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത് ആക്ച്വലി എൻ്റെ ഏറ്റവും വലിയ അസറ്റാണ്. അപ്പം ഞാൻ എത്ര ഫെയിലിയർ ചെയ്താലും അവരെൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പം അവിടെ അതാ ഞാൻ പറഞ്ഞത്, സക്സസ് ഫെയിലിയർ അതല്ല എൻ്റെ മാറ്റർ, ആര് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള. ഈ സിദ്ധാർത്ഥിൻ്റെ കാസ്റ്റിംഗ് ഉണ്ടല്ലോ, അദ്ദേഹത്തെ നമ്മൾ അങ്ങനെ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ മാത്രമേ കണ്ടുള്ളൂ. ഇപ്പോൾ പോയ വർഷത്തെ ബ്രഹ്മയുഗം ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ എടുത്ത് ഏറ്റവും മികവോട് ചെയ്യുന്ന ആൾ. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക്, അത് എപ്പോഴും കൺഫ്യൂഷനുള്ള, എപ്പോഴും ടെൻഷനുള്ള, ചെറിയ ശബ്ദങ്ങൾക്ക് പോലും ഞെട്ടുന്ന ഒരാളായിട്ട് പ്ലേസ് ചെയ്യാം. ആ കാസ്റ്റിംഗ് ഐഡിയ ആരുടെയാണ്? അത് ആക്ച്വലി ഞാൻ ബ്രഹ്മയുഗം കണ്ടിട്ട് വരികയാണ്. അപ്പം ഞങ്ങൾ ആ കാസ്റ്റിംഗ് ഇങ്ങനെ ആവാതിരിക്കുക, ഫിക്സ് ചെയ്യാതിരുന്നു. നമുക്ക് ആരും സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. ഞങ്ങൾ വേറെ കുറേ ആൾക്കാരെ പേരൊക്കെ പറയുന്നുണ്ട്, ഭയങ്കര സീരിയസ് പരിപാടികളായിരുന്നു അന്ന്. അപ്പം ആരും പറയുന്നത് ആർക്കും മറക്കാനുള്ള. അപ്പോൾ ഞാൻ ബ്രഹ്മയുഗം കണ്ടിട്ട് ഞാൻ വന്നിരുന്നിട്ട് ഞാൻ തന്നെയാണ് ആക്ച്വലി അത് ഞാനിങ്ങനെ ആലോചിച്ചു. ആക്ച്വലി പുള്ളിയുടെ ഒരു ഫ്രഷ്നെസ് എനിക്ക് ഫീൽ ചെയ്ത്. ആക്ച്വലി പെട്ടെന്നൊരു സൈക്കോ ആണെന്നൊക്കെ തോന്നാനൊക്കെ ഉള്ള ഒരുപാട് മാനറിസംസ് പുള്ളിക്കുണ്ട്. എന്നാൽ പുള്ളി ഇപ്പറയുന്ന ഡോക്ടറായിട്ട് ഇത് ചെയ്യാം, ഏജ് വൈസുള്ള സിമിലാരിറ്റി എല്ലാം വന്നു. ഞാൻ സമീർക്കയുടെ അടുത്ത് സിദ്ധാർത്ഥേട്ടൻ്റെ ഇത് പറഞ്ഞപ്പോൾ സമീർക്ക് അപ്പം തന്നെ വർക്കായി. അപ്പം തന്നെ പുള്ളി സിദ്ധാർത്ഥേട്ടനെ ഫിക്സ് ചെയ്തായിരുന്നു സ്പോട്ടിലത്. എല്ലാവർക്കും ഒരേപോലെ കണക്ട് ചെയ്യത്. ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് കുറേ ത്രില്ലറുകൾ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ടെംപ്ലേറ്റ് ആറ് വർക്ക് ചെയ്യുന്നുണ്ട് സാർ. ഇപ്പോൾ ഒരു പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതായിരിക്കും ഇടാൻ പോകുക എന്നുള്ളത്. കാരണം അത്രയധികം ത്രില്ലറുകളൊക്കെ നമ്മൾ ലോക്ക്ഡൗൺ തൊട്ട് നമ്മൾ കാണുന്നതാണല്ലോ. അതിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ട് ഈ കുട്ടികളുടെയൊക്കെ സിനിമകളിൽ, ഇപ്പോൾ കുട്ടികളുടെ ഒരു ട്രഷർ ഹണ്ട് സിനിമകൾക്കൊക്കെ ഉണ്ടാകുന്ന സംഗീതത്തിനൊരു സ്വഭാവം ഉണ്ടല്ലോ, അതാണ് ഏറെക്കുറെ സൂക്ഷ്മദർശിനിക്കുള്ളത് കുറേ ഏരിയകളിലൊക്കെ. ഇപ്പം ഹാരി പോട്ടറിനൊക്കെ ഉള്ള പോലത്തെ ഒരു പ്രത്യേകത, ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്ന പോലെ പ്രിയദർശിനിക്ക് കൊടുത്തിട്ടുള്ള തീമിൽ പോലും അതുണ്ട്. ആ ഒരു മ്യൂസിക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് അത് ക്രിസ്റ്റോ സേവിയറായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? ക്രിസ്റ്റോ ആക്ച്വലി സിനിമയിലേക്ക് വരുന്ന ഏറ്റവും അവസാനമാണ്. അതിന് ഷൂട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് സമീർക്ക് ക്രിസ്റ്റോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്റ്റോ ആക്ച്വലി അത് അവൻ്റെ ക്വാളിറ്റിയാണ്. അവനൊരു ടർബോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അവൻ വേറെ ഒന്നും കേൾക്കില്ല. അവൻ അതിൽ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് ഇന്നാവാൻ വേണ്ടിയിട്ട് അവൻ എടുക്കാത്തതാണ്. പക്ഷേ പേടിയായിരുന്നു. പുള്ളി എന്നോട് പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ പടം ഏറ്റെടുത്തിട്ട് എനിക്ക് ഇത് തരില്ല, ഞാൻ പിന്നെ വെറുതെ വലിയൊരു ഇതെടുത്ത് വെക്കാന്നുള്ളൂ. അപ്പം പുള്ളി അത് കേട്ടാൽ ശരിയാവില്ല എന്നൊക്കെയുള്ള രീതിയിലല്ല. അപ്പോൾ സമീർക്ക് ഓക്കെ നമുക്ക് അടുത്ത ആളെ നോക്കാമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എന്നോട് അടുത്തൊരു മ്യൂസിക് ഡയറക്ടറുടെ അടുത്ത് കഥ പറയണമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യാന്നുള്ളൊരു ക്രിസ്റ്റോനെ ഒന്നുകൂടി ട്രൈ ചെയ്യാന്നുള്ളൊരു സംഭവത്തിൽ അങ്ങനെ അതുലിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് ക്രിസ്റ്റോ. അപ്പോൾ അങ്ങനെ ഞാൻ ക്രിസ്റ്റോനെ കാണാമെന്ന് പറയുന്നു. അപ്പോൾ ക്രിസ്റ്റോനോട് പറഞ്ഞു, ബ്രോ അത് നടക്കില്ല. അത് ഞാൻ പറഞ്ഞിടോ താൻ ചുമ്മാ കേൾക്ക്, ഒരു 10 മിനിറ്റ് താനിക്ക് താൻ ചുമ്മാ കേൾക്കെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ടർബോ ഒക്കെ ഇറങ്ങി കുറേ കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിലീസുള്ളൂ. അത് ഇനി ടൈമുണ്ട് ഇഷ്ടം പോലെ. ആണോ, ഓക്കെ. എന്നാൽ രാത്രി 12 മണിക്കാണ് എന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ അതിലും കൂടിയാണ് പോയത്.
അതിലൂടെ പോയി ഞാൻ നറേറ്റ് ചെയ്ത്. അപ്പം ഞാൻ പറഞ്ഞു ഇത് ചുമ്മാ ഒന്ന് കേൾക്ക്, ഞാൻ പിടിക്കൊന്നും വേണ്ട, ചുമ്മാ കേൾക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നറേഷൻ കഴിയതും പുള്ളിക്ക് പരിപാടി വർക്കായി. പിന്നെ ടൈമും ലൈക്ക് ടർബോ കഴിഞ്ഞിട്ട് ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ ഷൂട്ട് തുടങ്ങുമ്പോഴത്തേക്കും ക്രിസ്റ്റോ ഇന്നായി. അപ്പോഴും നമ്മൾ പാട്ടോ കാര്യങ്ങളോ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. മെയ്യിലാണ് ഷൂട്ട് തുടങ്ങുന്നത്. മെയ് ലാസ്റ്റായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു ജൂണിൻ്റെ ഒരു മിഡൊക്കെ 10-20 ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്രിസ്റ്റോ ലൊക്കേഷനിലേക്ക് ക്രിസ്റ്റോയെ വിളിച്ചു. ക്രിസ്റ്റോയ്ക്ക് ഈ ലൊക്കേഷനൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. അവൻ ഷൂട്ടിങ് സീനുകൾ കാണുന്നുണ്ട്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് വരും ലൊക്കേഷനിൽ. അപ്പോൾ ഇതിൻ്റെ പരിസരവുമായിട്ടും ഒക്കെ അവന് ഒരു ഇത് ഷൂട്ടിംഗ് ടൈമിലേക്ക് കിട്ടി അവന്. അപ്പം പിന്നെ സീനുകൾ അവൻ അയച്ചു കൊടുത്തു. ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ 20 ദിവസത്തെ സീൻസൊക്കെ അവൻ അയച്ചു കൊടുത്തു. അപ്പോൾ അവൻ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവനൊരു തീം അയച്ചു. ആ തീമാണ് ഇന്ന് പടത്തിലുള്ളത്. ആക്ച്വലി ആ തീം നമുക്ക് ഭയങ്കര ഉപകാരപ്പെട്ടിട്ടുണ്ട് ഷൂട്ട് ചെയ്യുമ്പോഴും ഒക്കെ ആയിട്ട്. ആ തീം കിട്ടി ഓക്കെയാണ് പടം. പിന്നെ എല്ലാവർക്കും ഒരേപോലെ വർക്ക് ചെയ്യും. അപ്പം പുള്ളിക്ക് ആ ചുറ്റുപാടുമായി ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഒരു പരിപാടി കിട്ടി എന്നുള്ളതാണ്. ഇപ്പോഴും ആദ്യ സിനിമ സ്വപ്നം കണ്ടുകൊണ്ട് ഊബർ ഓടിയിട്ടും അല്ലെങ്കിൽ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഡെലിവറി ബോയ് ആയിട്ടും രാത്രി അത് ചെയ്തും രാവിലെ സ്ക്രിപ്റ്റ് വർക്കൊക്കെ ചെയ്യുന്ന ഒരുപാട് അപ്കമ്മിങ് ഫിലിം മേക്കേഴ്സ് ഇപ്പോഴും കൊച്ചിയിൽ നിറയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴും കൊച്ചിയിലേക്ക് എല്ലാ ദിവസവും 5 ചെറുപ്പക്കാർ വരുന്നുണ്ടെങ്കിൽ അവരുടെ 3 പേരുടെയെങ്കിലും മനസ്സിൽ സിനിമയുണ്ടാവും. അത് ബാക്കിയൊക്കെ പ്ലാൻ ബി ആയിട്ടാണ് അവർക്കുള്ളത്. അവർ എന്തിലാണ് വിശ്വസിക്കേണ്ടത്, അല്ലെങ്കിൽ അവരുടെ പ്ലാൻ എന്തായിരിക്കണം? അവരുടെ പ്ലാൻ ഞാൻ പറഞ്ഞ ഒരു സെൽഫ് കോൺഫിഡൻസ് തീർച്ചയായിട്ടും വേണം. പിന്നെ കണ്ടൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മളെ എന്തൊക്കെ പറഞ്ഞാലും എല്ലാവരും അട്രാക്റ്റ് ചെയ്യുന്ന കണ്ടൻറ്റാണ്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി എന്നെ കണ്ടിട്ടെല്ലാവരും ഈ സിനിമ ഞാൻ തീരുമാനിച്ചത്. ആർട്ടിസ്റ്റുകളാണെങ്കിലും പ്രൊഡക്ഷൻ കമ്പനി ആണെങ്കിലും ഞാൻ ഉണ്ടാക്കിയ കണ്ടൻറ്റാണ്. അപ്പം കണ്ടൻറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക, ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. മാക്സിമം ഫൈനസ്റ്റ് ആയിട്ടുള്ള നമ്മളിപ്പോൾ ഒരു ജോണർ എടുത്തു. അപ്പോൾ എനിക്ക് ആ ജോണർ എടുത്തിട്ട് ആ സിനിമ നമ്മൾ ആ ജോണറുമായി ബന്ധപ്പെട്ടിട്ട് ലോകത്തിറങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. നമ്മളെവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാവും. അങ്ങനെ ഒരു 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 എക്സാമ്പിൾ എന്ന് വെച്ചാൽ ചില പ്രാക്ടീസ് നമ്മൾ ചെയ്തു നോക്കുക. അതായത് നമ്മളെവിടെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്, എൻ്റെ കഥ എവിടെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ മാത്രമല്ല മറ്റു ലാംഗ്വേജിലൊക്കെ ആ ജോണറിൽ ഇതേപോലത്തെ ഡ്രാമകൾ ഇറങ്ങിയിട്ടുള്ള മറ്റ് സിനിമകളും നമ്മളായിട്ടൊരു താരതമ്യം, നമ്മളെ കണ്ടൻറ്റ് നന്നാക്കാൻ കിടക്കുന്നത്. അപ്പോൾ മാക്സിമം സ്ക്രീൻ പ്ലേയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, സ്ക്രീൻ റൈറ്റിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. നിങ്ങളെ കണ്ടൻറ്റ് അടിപൊളിയാക്കുക. എനിക്ക് തോന്നുന്നു ഫ്യൂച്ചർ എന്ന് പറയുന്നത് കണ്ടൻറ്റ് തന്നെയാണ്. കാരണം വ്യക്തികളെ നോക്കിയിട്ട് സിനിമ ചെയ്യുന്നൊരു സ്റ്റാറിനെ നോക്കി വ്യക്തികളെ നോക്കിയിട്ട്, ഐ മീൻ സ്റ്റാർ മാത്രമല്ല, നമ്മൾ ഡയറക്ടേഴ്സ് ആണെങ്കിലും ഞാൻ സൂക്ഷ്മദർശിനി ചെയ്തത് കൊണ്ട് അടുത്ത സിനിമ നന്നാവണമെന്നില്ല. എൻ്റെ അടുത്ത സിനിമയിൽ ഞാൻ ഇതുപോലെ ട്രീറ്റ് ചെയ്താൽ മാത്രമേ ആ സിനിമ നന്നാവുള്ളൂ. ഇത്രയും നല്ലൊരു കണ്ടൻറ് ഉണ്ടാക്കിയാൽ മാത്രമേ എനിക്കും അടുത്ത സിനിമയെ നന്നാവുള്ളൂ. ഞാൻ അത്രയും ഇനിയും കണ്ടൻറ്റിൽ വർക്ക് ചെയ്താൽ മാത്രമേ അടുത്ത സിനിമ സൂക്ഷ്മദർശിനിക്ക് അത്രയോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നിർത്താൻ പറ്റുള്ളൂ. അതാണ്. അപ്പോൾ നമ്മൾ MCG എന്നുള്ള പേര് യൂട്യൂബിൽ അടിക്കാൻ നേരത്ത് വാട്ടർ അതോറിറ്റിക്കൊക്കെ വേണ്ടി ചെയ്തിട്ടുള്ള 12 വർഷം മുമ്പുള്ള ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ആഡ് കാണാനുണ്ട്. പബ്ലിക് സർവീസ്. അതൊരു 50 സെക്കൻഡ് അടുത്തുള്ളതാണ്. അത് 12 വർഷങ്ങൾക്ക് മുമ്പാണ് യൂട്യൂബിൽ പബ്ലിഷ് ആയിട്ടുള്ളത്. അതായത് 12 വർഷങ്ങൾ എങ്കിലും ആയിട്ടുണ്ട് സിനിമ എന്നുള്ള സ്വപ്നം തലയിൽ കയറിയിട്ട്. വർഷങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ്. അതിനകത്തൊരു ഫെയിൽഡ് അറ്റംപ്റ്റും ഉണ്ട്. ഈ പോകുന്ന വർഷങ്ങളുടെ എണ്ണം അത് ടെൻഷൻ അടുപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, ആക്ച്വലി ഞാൻ ആദ്യത്തെ പടത്തെ ഫെയിൽഡ് അറ്റംപ്റ്റ് ആയിട്ട് ഇപ്പോഴും കാണുന്നില്ല. അത് ആക്ച്വലി നോൺസെൻസ്. ഞാൻ പറഞ്ഞില്ലേ സൂക്ഷ്മദർശിനി ഉണ്ടായത് നോൺസെൻസ് കൊണ്ടാ. അപ്പൊ അത് ഫെയിൽഡ് അറ്റംപ്റ്റ് അല്ലല്ലോ. അതെങ്ങനെയാ ഫെയിൽഡ് അറ്റംപ്റ്റ് ആവുക? അത് നോൺസെൻസിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അത് സൂക്ഷ്മദർശിനി ഞാൻ പറഞ്ഞില്ലേ ഉണ്ടാവാൻ കാരണം തന്നെ നോൺസെൻസ് ആണ്. അത് ചെയ്തില്ലായിരുന്നു ചിലപ്പോൾ ഞാൻ സൂക്ഷ്മദർശിനി ചിന്തിക്കില്ല. ഇങ്ങനൊരു സെറ്റിങ്ങിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ സത്യേന്ദ്രഗാഡ് സെറ്റിങ്ങിൽ ഹിച്ച്കോക്ക് മിസ്റ്ററി എന്ന് ഞാൻ ചിന്തിക്കുക പോലും ഇല്ല. ആ ചിന്തിക്കാൻ കാരണം തന്നെ നോൺസെൻസ് ആണ്. ഈ നോൺസെൻസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, എന്നെ നോൺസെൻസ് എന്ന് വിളിച്ചെന്നൊരു ടീച്ചർ എനിക്കുണ്ടായിരുന്നു. അതിൽ നിന്നാണ് അങ്ങനത്തെ ഒരു ഐഡിയ വരുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളുടെ ഡ്രീംസിനെ ഞാൻ പിന്നീട് ആ സ്റ്റേറ്റ്മെന്റ് പറയണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത് വേറൊന്നുമല്ല, ആ ടീച്ചർക്ക് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവുമല്ലോ. അതെൻ്റെ മെച്യൂരിറ്റി ഇല്ലായ്മയായിട്ടാണ് പിന്നീട് എനിക്ക് തോന്നിയത്. ഒരു കാലത്തെ അതൊരു വേറൊരു പ്രായത്തിൽ തോന്നിയ ചില അങ്ങനത്തെ പറച്ചിലൊക്കെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നിയിട്ട്.
ഈ അന്ന് റിയൽ ലൈഫിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഒരു പയ്യൻ ഇങ്ങനെ ഇതുപോലെ സൈക്കിളിൽ പോകുന്നു, അപ്പോൾ ആ പയ്യൻ ഉൾപ്പെടെ അത്ര കാര്യമായിട്ടല്ല കാണുന്നത്, അപ്പോൾ ഇതിനകത്തൊരു സിനിമയുണ്ടല്ലോ, അങ്ങനത്തെ വിഷയങ്ങൾ നമുക്ക് ചുറ്റപ്പുള്ള വിഷയങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി നമുക്ക് നല്ല പുതിയ സിനിമയ്ക്ക്. ഞാനങ്ങനെയാണ് ചിന്തിക്കുന്നത്. ആക്ച്വലി നമുക്ക് റിലേറ്റബിലിറ്റി ഉണ്ടാവണം, അതിലൊരു പുതിയത് എന്തെങ്കിലും പറയാനുണ്ടാവണം. ഇതൊക്കെയാണ് ഞാനെപ്പോഴും ചിന്തിക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴും ഹിസ്റ്ററിയിൽ എന്ത് സംഭവിച്ചു എന്ന് എപ്പോഴും അന്വേഷിക്കാറുണ്ട്. ഓക്കെ, അത് ഞാൻ എപ്പോഴും ഒരു സിനിമ ചെയ്യുമ്പം ഇതിനു മുമ്പ് എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്താറുണ്ട്. ആ അന്വേഷണത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു, ഇത് സിനിമ ചെയ്യേണ്ട കാര്യമുണ്ടോ, ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സാധനം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനായിട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിക്കും. അല്ലെ ഇല്ല, ഇങ്ങനൊരു സാധനം ഇല്ല, എന്നാൽ പിന്നെ ഒരെണ്ണം ട്രൈ ചെയ്തേക്കാം എന്നാണ് ഞാൻ എപ്പോഴും. എനിക്കെപ്പോഴും യുണീക്നെസ് എപ്പോഴും ഉണ്ടാവണമെന്നുണ്ട്. ഇപ്പം ഞാൻ BMXലേക്ക് പോകുന്നതും അങ്ങനെയാണ്. ആക്ച്വലി എന്തെങ്കിലും ഒരു യുണീക്ക് പരിപാടി അതിനുണ്ടാവണം. ആ റിസർച്ചിൽ ഞാനൊരു ഡോക്യുമെൻ്ററി ആദ്യം ചെയ്തു, ഒരു ചെറിയ ഡോക്യുമെൻ്ററി. അത് BMXനെ കുറിച്ചായിരുന്നു. അപ്പോഴാണ് എനിക്കിത് ഈ പറഞ്ഞ പോലെ സിനിമയിലേക്ക് കൊണ്ടുവരാം. രണ്ട് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. ഒന്ന്, ഈ ക്ലൈമാക്സിലെ ട്വിസ്റ്റ് വരുന്നൊരു സമയം കൂടിയായിരുന്നു മലയാള സിനിമയുടെ, അതായത് 18-19 കാലത്തൊക്കെ ക്ലൈമാക്സിലൊരു ഭീകരമായൊരു ട്വിസ്റ്റ് വരും, മൊത്തത്തിൽ തിരിയും. അതായത് വില്ലൻ നായകനാവും, നായകൻ വില്ലനാവും, അങ്ങനത്തെ ട്വിസ്റ്റുകൾ ഇപ്പോഴും അതിൻ്റെ പല പല വേർഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കിഷ്കിന്താണ്ട ഉൾപ്പെടെ വിജയിച്ച മോഡലുകളും അതിനുണ്ട്. അത് പക്ഷേ സൂക്ഷ്മദർശിനിയിൽ കണ്ടിട്ടില്ല. അതായത് ഒരു 20 മിനിറ്റ് മുമ്പേ എന്താണെന്നൊക്കെ റിവീൽ ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് പിന്നെ അത് വേറൊരു മോഡിലേക്കാണല്ലോ പോകുന്നത്. മൊത്തത്തിലൊരു രസമുള്ള, ഒരേ സമയം സർവൈവലും ഒരേ സമയം ഡാർക്ക് ഹ്യൂമർ ഒരേ സമയം ത്രില്ലറൊക്കെ ആയിട്ടുള്ള മൊമെൻറ്റിലേക്കാണ് അത് പോകുന്നത്, ആ സ്പേസിലേക്ക് അത് പോകുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു? എന്തുകൊണ്ട് രണ്ടാം ഭാഗം സിനിമയുടെ ഒരു ഭാഗമായിട്ട് വന്നില്ല? കാരണം ഇപ്പോൾ എല്ലാ പടങ്ങൾക്കും രണ്ടാം ഭാഗത്തിൻ്റെ സാധ്യത പറയാം. ചിലപ്പോൾ രണ്ടാം ഭാഗത്തിൻ്റെ ടൈറ്റിൽ തന്നെ എഴുതി കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുക. രണ്ടാം ഭാഗത്തിലാണ് ക്ലൈമാക്സ് ഇരിക്കുന്നത്, ഇനി രണ്ടാം ഭാഗത്തിലായിരിക്കും ഇതിൻ്റെ തുടർച്ച വരിക. അങ്ങനെയാണ് ഇപ്പോൾ മലയാള സിനിമയുടെ ഒരു ട്രെൻഡ് തന്നെ. ഈ രണ്ട് ട്രെൻഡുകളും എന്തുകൊണ്ട് ഭേദിച്ചു? ഇല്ല, ഇപ്പം മാനുവലിൻ്റെ സീക്രട്ടും മാനുവലിൻ്റെ മിസ്റ്ററി അവിടെ കഴിഞ്ഞല്ലോ. പ്രിയദർശിനിക്കാണ് പിന്നെയും ഒരു ഫ്യൂച്ചർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്തരത്തിലുള്ള ഡിക്റ്റേറ്റീവിന് ഇനിയും സാധ്യതയുണ്ട്. കാരണം ഞങ്ങൾ ആക്ച്വലി ഈ ഒരു ഡ്രാമ, അതിലും ഈ ഡ്രാമ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരുപാട് ഡ്രാമകൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി അതിനൊന്നും താല്പര്യം തോന്നിയില്ല. ഞാൻ ഉണ്ടാക്കിയ ഡ്രാമകളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആക്ച്വലി. എനിക്ക് അതിൽ എൻ്റെ പോരായ്മയായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ അതിലെ വിളിച്ചത്. അപ്പം എനിക്ക് ആക്ച്വലി ആ ഡ്രാമകളൊക്കെ ഫിറ്റിനായിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ആ ക്യാരക്ടറിൽ ആ ഫിറ്റിനായിട്ടുണ്ട്. അപ്പം ഇനിയും നല്ലൊരു ഡ്രാമ നമുക്ക് പ്രിയദർശിനിയുടെ ക്യാരക്ടറിന് പറ്റിയാൽ, ആ ഡ്രാമയിലേക്ക് ഫിറ്റിനാകാൻ പറ്റിയാൽ ഇത് വേറൊരു സ്കോപ്പുണ്ട് ആക്ച്വലി. സീക്വലിന് സാധ്യതയുണ്ട്. സീക്വലിന് ആ ക്യാരക്ടറിന് സാധ്യതയുണ്ട്. മാനുവലിന്റെ സ്റ്റോറി അവിടെ ഫിനിഷ് ആയല്ലോ. ഒരു ആവശ്യം അത് ഈ സൂക്ഷ്മദർശിനി ഇതിൽ ഈ 1 തന്നെ സൂക്ഷ്മദർശിനി 2 എന്നൊരു എഴുതി വരൽ വേണ്ട, അതിൽ ആവശ്യമില്ലല്ലോ, ആ കഥ കഴിഞ്ഞില്ലേ. ഞാൻ പറഞ്ഞ പ്രിയദർശിനി എന്ന് പറയുന്ന ക്യാരക്ടറിന് അവളുടെ ക്യാരക്ടർ ട്രേറ്റ്സിന് ഇനിയും ഇങ്ങനത്തെ പരിപാടികളിലോട്ട് കിടക്കാം. പക്ഷെ ഇങ്ങനത്തെ ഒരു ജോഗ്രഫിയിൽ ഇനി പറയുന്നതിൽ അർത്ഥമില്ല. ഈ സത്യന്തിക്കാട് ഹിച്ചോക്ക് പരിപാടി ഇനി അത് റിപ്പീറ്റേറ്റീവ് ആവും, വേറൊരു സെറ്റിംഗ് ആയിരിക്കും ഇനി അതിന് വേണ്ടി വരിക. സത്യനന്ദിക്കാട് സാർ ഈ സിനിമ കാണുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം അറിയാനോ അങ്ങനെ ഒരു കൗതുകം ഉണ്ടോ ഉള്ളില്? അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല കേട്ടോ. ആക്ച്വലി അല്ല, ഞാൻ നമ്മളൊരു ഹിസ്റ്ററിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത്. നമ്മളിവിടെ ഒരു സ്റ്റഡി നടത്തി നമ്മളെ സിനിമയെക്കുറിച്ചും നമ്മൾ തന്നെ ചെറുപ്പം മുതൽ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ വർക്കായിട്ടിരിക്കുന്നത് എന്താണോ, നമ്മളെ ഓഡിയൻസിന്